42 സങ്കീർത്തനം. ചിലരെ ചിരിപ്പിക്കാനുള്ള ഈ സുവിശേഷമായത്. കഠിന ഹൃദയങ്ങളെ മാംസളമാക്കി തീർക്കുന്ന സുവിശേഷം. ആമേൻ. 42 സങ്കീർത്തനത്തിന്റെ ആരംഭത്തില് കോരഹ് പുത്രന്മാർ വളരെ വേദനയോടെ ഇരുന്ന സമയം ആലയത്തിലേക്ക് അവർ ചെന്നു. അവിടെ ചെല്ലുമ്പോ ഇവരുടെ ഉള്ളത്തില് എന്റെ സങ്കടങ്ങളെ മാറ്റാൻ എനിക്കൊരു ദൈവമുണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. എന്താണ് സങ്കടമെന്ന് ഞാൻ ചിലതൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടും കണ്ടില്ല. പുറത്ത് പറയാൻ പറ്റാത്ത സങ്കടം ആയിരിക്കാം. എന്തായാലും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ബൈബിളില് ദിനവൃത്താന്തവും രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. മോശയുടെ കാലത്തുള്ളത് വായിച്ചിട്ട് കണ്ടില്ല. കോരഹ് പുത്രന്മാരുടെ സങ്കടം എന്താണ് അത് കണ്ടില്ല. പക്ഷേ സുവർണഗീതം എന്നൊരു സങ്കീർത്തനം പിറന്നു. എന്ത് ഗീതം? സുവർണഗീതം. ഇതെല്ലാ കാലത്തിലും വളരെ ശക്തമായി അനേക പാട്ടുകൾ രചിക്കപ്പെടുകയും ശക്തമായിട്ട് തന്നെ സുവിശേഷകന്മാരുടെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 42 സങ്കീർത്തനം. അപ്പൊ അവർ വേദനയോടെ ദൈവത്തിന്റെ മുമ്പാകെ ആലയത്തിലേക്ക് ചെന്നു. അപ്പൊ ഈ സങ്കീർത്തനം ഇങ്ങനെ പറയുമ്പോൾ തന്നെ അതിനകത്തൊരു കാവ്യഭംഗി വെളിപ്പെടുകയാണ്. മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ കോരഹ് പുത്രന്മാർ അവർ വളരെ ഭാരപ്പെട്ട ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആലയത്തിലേക്ക് ചെല്ലുവാണ്. ഈ ആലയത്തിലേക്ക് ചെല്ലുമ്പോ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: വിഷാദമുള്ളില്, വിഷാദിച്ച് ഒരു ഞരക്കം, ഒരു വേദനയുണ്ട്, വിഷാദമുണ്ട്. വിഷാദിച്ചുള്ളിൽ എന്ത് ചെയ്യാണ്? ഞരങ്ങുകയാണ്. ഈ ഞരക്കത്തോടു കൂടെ ആലയത്തിന്റെ അകത്തേക്ക് ചെല്ലുമ്പോ പ്രത്യാശ ഒന്നാമത്തെ വാക്യമാണ്. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഒരു ഗ്യാപ്പ് വന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. നമ്മളിപ്പോ ഒരു വ്യക്തിയോട് നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവന്റെ മുഖത്ത് എന്ത് ചെയ്യാൻ പറ്റും? ചിരിച്ചാലും ആദ്യം വെളിപ്പെടുന്ന മുഖത്താണ്. ഹല്ലേലൂയ. ആ മുഖത്തുണ്ടായിരുന്ന ചിലർ വിളിച്ചാൽ പോലും വിളിയേക്കത്തില്ല, മിണ്ടാതിരുന്നോളെ, ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ്. കാരണം അകത്തെന്ത് വന്നു? ചേർച്ചക്കുറവ് വന്നു. ദൈവത്തോട് ഈ ചേർച്ചക്കുറവ് വന്നത് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ ആലയത്തിലേക്ക് ഓടിച്ചെന്നത്. ഈ സങ്കടം എവിടെ കിടക്കണേ? ഉള്ളിലാണ്. ഈ സങ്കടം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന് ഞെരുങ്ങിയിട്ട് അവർക്ക് മാറുന്നില്ല. അതാണ് മാറ്റം വരുന്നത്. അപ്പൊ അവർ ഓടി ചെല്ലുവാണ്. ആലയത്തിലേക്ക് ചെല്ലുമ്പോ പ്രത്യാശ ഇതാണ്: എന്റെ ഉള്ളം എന്റെ ദൈവത്തിനായി, എന്റെ ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിനായി ഒരു ദാഹം. ഹല്ലേലൂയ. അപ്പൊ നോക്കണം, ദൈവവുമായിട്ടൊരു ചേർച്ചക്കുറവ് വന്നാൽ, ഇടർച്ച വന്നാൽ, ആ ഇടർച്ച മാറ്റേണ്ടത് ദൈവമല്ല, ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഒരു ധാരണയുണ്ട്, ദൈവം ഇടർച്ച മാറ്റിക്കൊള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവരോടുകൂടി ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിഗളിയെ ദൂരത്ത് നിർത്തും. 80 വയസ്സ് വരെ മാനസാന്തരത്തിന് വേണ്ടി ഇരുന്നോ? ദൂരത്ത് നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു കാലം കഴിയുമ്പോഴല്ല എന്ത് വെളിപ്പെടേണ്ടത്? കർത്തൃമേശ വെളിപ്പെടേണ്ടത്. എന്നാ വെളിപ്പെടേണ്ടേ? ഇപ്പൊ മാറിക്കൊള്ളണം. വചനം കേൾക്കുമ്പോൾ അല്ല, എന്നെ കൊണ്ട് പറ്റില്ല, നീ തൊടണ്ട, ഇത് മാറാൻ മനസ്സില്ലാത്തവനെ എടുക്കരുത്. ആമേൻ. കാരണം യേശു തന്റെ രക്തം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ക്രൂശിൽ വെച്ച് അവൻ ശത്രുത്വം
ഇല്ലാതാക്കി. എന്നിട്ട് തന്റെ ജീവനെ ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുത്തു? സഭയ്ക്ക്. അപ്പൊ കർത്താവ് ഇപ്പൊ ജീവിക്കുന്നത് ആരിൽ കൂടിയാ? എന്നിൽ കൂടി, സഭയിൽ കൂടി. അതുകൊണ്ട് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, ഞാൻ നിനക്ക് വേണ്ടി അടക്കപ്പെട്ടു, ഞാൻ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അപ്പോഴും പറയുക, എന്റെ ജീവൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ജീവനെ തന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ നീക്കുപോക്ക് വരുന്നില്ല, പറ്റുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ദൈവഭയമില്ലാത്തത് കൊണ്ടാണ്. ദൈവസഭയെ, ആലയത്തിനകത്ത് ദൈവസഭയൊക്കെ നമ്മൾ മാനിക്കണം. ഹല്ലേലൂയ. നമുക്ക് കൊള്ളാവുന്ന ബോധിക്കുന്നവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ബോധിക്കും. അവരോട് മാത്രം എന്ത് ചെയ്യും? നമ്മളെ സ്നേഹിക്കും, മിണ്ടും, ഇടപെടും. ഹല്ലേലൂയ. ആമേൻ. മാറ്റമില്ലാത്ത ദൈവജനം ഇവരൊരു ഭാരത്തോടു കൂടി എവിടേക്ക് ചെല്ലുവാണ്? ആലയത്തിലേക്ക് ചെല്ലുക. ഭാരത്തോട്. പക്ഷെ ആ പറയുന്ന വാക്ക് കണ്ടോ, എനിക്ക് ഭാരമാകാൻ കാരണം ഉള്ളത്തിനകത്ത് എന്റെ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ട് എനിക്ക് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി. അപ്പൊ എന്റെ ഈ സങ്കടങ്ങളും വിഷമതകളും മാറ്റണമെങ്കിൽ ആർക്കേ സാധിക്കത്തുള്ളൂ? കാരണം ഞാൻ ഈ ഭാരം മാറ്റാൻ ശ്രമിക്കുന്നതോറും എനിക്ക് ഭയങ്കര അസ്വസ്ഥത. പക്ഷെ മനം തിരിയുവാൻ മനസ്സുള്ളവന്റെ, തന്നെത്താൻ താഴ്ത്തുവാൻ മനസ്സുള്ളവന്റെ, ദൈവസന്നിധിയിൽ ചെല്ലുവാൻ മനസ്സുള്ളവന്റെ ഹൃദയത്തെ ദൈവം ശുദ്ധി വരുത്തും, സമാധാനത്തെ പകർന്നു കൊടുക്കും. അതേത് പ്രശ്നമാണെങ്കിലും. നമ്മൾ പറയാറുണ്ട് ചില സമയത്ത് പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് ഇട്ട് കാണിച്ചെന്നേ ഉള്ളൂ, ഈ അകത്തൊക്കെ വെച്ചിട്ട് നമ്മൾ പോയിരുന്നെങ്കിൽ ഭയങ്കര പ്രാർത്ഥന നടത്തും. എന്റെ പുണ്യ മക്കളെ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, നിഷ്കളങ്കമായ അപേക്ഷയാണ് കൊടും പാപിയെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നത്. നിഷ്കളങ്കമായ ഒരു അപേക്ഷയാണ് മാറ്റമില്ലാത്ത ദൈവവചനം അവന്റെ മേൽ പ്രവൃത്തിയെ ചെയ്തെടുക്കുന്നത്. എല്ലാം അറിയാവുന്ന അപ്പന്റെ മുമ്പിൽ ഞാൻ എന്തെങ്കിലും മറച്ചു പിടിച്ചാൽ, ഞാൻ എന്നെ തന്നെ ഉയർത്താൻ ശ്രമിച്ചാൽ, ഞാൻ മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കാൻ ശ്രമിച്ചാൽ, പ്രശ്നം അവിടെയല്ല. എനിക്കാണെന്ന് തിരിച്ചറിയാത്ത കാലത്തോളം ഈ പാപം എന്നിൽ നിന്ന് മാറിപ്പോയില്ല. അപ്പൊ ഇവര് പറയാണ്, ഞങ്ങളുടെ വിഷാദം വന്നു, ഭയങ്കര സങ്കടം തോന്നും, മനസ്സിനകത്ത് വല്ലാത്ത വേദന. അത് ചിലപ്പോ നമ്മള് പിണങ്ങുമ്പോ വേദന വരില്ലേ? എനിക്കിപ്പോ ആ കുഞ്ഞിനടിച്ചൊരു സന്തോഷമാണ്, പക്ഷെ ഞാൻ ഇപ്പൊ അടിച്ചില്ലെങ്കിൽ കുറെ കാലത്തിന് മുമ്പ് ഇവിടെ ഒരു കൊച്ചു കുഞ്ഞു വന്നു. അവനവന്റെ അപ്പനോട് കാണിച്ച് ഇതിനകത്തൊക്കെ കാണിച്ചു കൂട്ടി കാഴ്ച ചിലർ കണ്ടിട്ടുണ്ടാവും. അവനിവിടുന്ന് വലിയൊരു കല്ലെടുത്ത് കൊണ്ടുവന്ന കാറിന്മേൽ ആഞ്ഞെറിഞ്ഞു. അനുസരിച്ചില്ല, കാരണം അവനെ ആലോചിച്ചിരിക്കാൻ പറ്റില്ല. പോണം, നീ ഇറങ്ങി വാടാ, അപ്പ വരുന്നുണ്ടോ ഇല്ലയോ എന്നാ ചോദിച്ചു. കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ ആ ചോദ്യം വരില്ലായിരുന്നു. ഇപ്പോൾ അപ്പന്റെ കയ്യിൽ നിൽക്കുന്നില്ല. അവൻ സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. സ്കൂളിൽ നിന്ന് ഓടി വരുമ്പോൾ എന്താണ് സ്കൂളിൽ പോകണമെന്ന് ചോദിച്ചാൽ കുന്നടാന്ന് ചോദിക്കും. അപ്പൊ നമ്മളിതെല്ലാം പിശാചിന്റെ തലയിൽ പതുക്കെ വെച്ചുകൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. അപ്പൻ മാറാനെടുത്ത് അപ്പൻ മാറണം, അമ്മ മാറാനെടുത്ത് അമ്മ മാറണം. ചിലതിനൊക്കെ എത്ര കാലം പൊതിഞ്ഞ് സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ പറ്റും. പാക്കാണെങ്കിൽ അപ്പൊ കാരണന്മാര് പറയും, പാക്കാണെങ്കിൽ മടിയിൽ വെക്കാം, പക്ഷെ കമുകാണെങ്കിലോ അങ്ങനെ വെച്ചു പോയാലും നിനക്കെന്തോ അസുഖം എന്നേ പറയും, അവന് വേറെ രോഗം വന്നേ. എന്നിട്ട് ചിലതിനൊക്കെ അങ്ങ് താഴത്തിടണം. അല്പനേരം ഒന്ന് അകറ്റി നിർത്തിയാലേ നന്നാവത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഈ മുഖം മാറുമ്പോ അല്ലെങ്കിൽ കണ്ണുനീര് തറയുമ്പോഴൊക്കെ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹം മാത്രം കൊടുത്തുകൊണ്ടാൽ നന്നാവിയാലത് നാട്ടുകാരുടെയോ പോലീസുകാരുടെയോ ഒക്കെ തല്ല് വാങ്ങിച്ചു പിടിച്ചാൽ. ദൈവമക്കളെ, ദൈവസഭയുടെ ക്രമം പറയാം. എനിക്കും നിനക്കും ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പാകെ കർത്തൃസന്നിധിയിൽ വചനപ്രകാരം ഞാൻ തന്നെ താൻ താഴ്ത്തിയ മതിയാണ്. ഹല്ലേലൂയ. ഇത് അടിസ്ഥാന ഉപദേശമാണ്. ആത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ ഒരു നിഷ്കളങ്ക മനോഭാവം ദൈവത്തോടുകൂടെ ഉണ്ടാകും. തെറ്റാണോ പാപമാണോ സമ്മതിക്കാൻ ഒരു മനസ്സുണ്ടാകും, ഏറ്റുപറയാൻ ഒരു മനസ്സുണ്ടാകും. ഹല്ലേലൂയ.
അത് ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടന്നാൽ അത് അഴുക്കായി, അത് പിന്നീട് അത് ക്യാൻസർ പോലെ ഇതിങ്ങനെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും, നിത്യതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്താ നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് മറിഞ്ഞ് തിരിഞ്ഞു വരാൻ പറ്റാത്തത്? അല്ലല്ലേ, വചനം അനുസരിക്കാൻ താല്പര്യമില്ലാത്തതാണ്. അന്യഭാഷയുണ്ടാകും, ആരാധനയുണ്ടാകും, എല്ലാം ഉണ്ടെങ്കിലും ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇടറുന്നവർ ഇടറിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവർ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ ഏറ്റവും വലിയ പ്രത്യാശ, എനിക്ക് വല്ലാത്തൊരു ദാഹം. ആമേൻ. ഇവർ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ദാഹം. ഈ മനുഷ്യന് വല്ലാത്തൊരു ദാഹം. എന്താ ദാഹം എന്നറിയോ? വെള്ളത്തിൽ കുടിക്കാനുള്ള ദാഹമല്ല. ഇവിടെ കുടിക്കാൻ ആഗ്രഹമില്ലെങ്കിലും പോയി കുടിക്കുന്നവരുണ്ട്. സത്യം, ഞാൻ ഉള്ളത് പറഞ്ഞു. എല്ലാം വെള്ളം കുടിക്കാനുള്ള കൊതി ഉണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. നേരെ മറിച്ച് നാട്ടുവിശേഷം പറയാൻ ഒരു 4 മണിക്കൂർ കിട്ടി നോക്കട്ടെ. പിന്നെ അവിടെ പോയിട്ട് ചോറ് കഴിക്കുന്നു. ഞാൻ അവിടെ വെച്ചില്ല. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട്, വെള്ളം കുടിക്കാനായിട്ടുള്ള സമയത്തിനകത്ത് ഇയാൾ പോയി കളഞ്ഞാലോ? പറഞ്ഞ് ഒരു 4-5 മണിക്കൂർ അങ്ങ് എന്ത് ചെയ്യും? വിശേഷങ്ങൾ കേൾക്കുന്നു, അങ്ങോട്ട് പറയുന്നു, ഇങ്ങോട്ട് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴും ഒരു ക്ഷീണവും ഇല്ല. അവന്റെ ശരീരം പുഷ്ടി പ്രാപിച്ചിട്ടാ കയറി വരുന്നത്. ആരാധന കഴിയുമ്പോഴും എത്ര പ്രാവശ്യമെന്നറിയാമോ? ഒന്നും തീർന്നു കിട്ടിയത് എടുത്തെഴുന്നേറ്റ് പോയി. പ്രസവവേദന ഉണ്ട്, എഴുന്നേറ്റ് പോയി. അത് ക്ഷീണമല്ല. നേരെ മറിച്ച് വല്ലടം പോയി ഇരിക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ ഇരിക്കും? ദൈവകാര്യം വരുമ്പോൾ മാത്രം സഹിയിട്ട് ഞാൻ വേണമെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ഇരുന്ന് തരാം. ഇരിക്കണ്ട. ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, എനിക്ക് വിഷമതയില്ലാഞ്ഞിട്ടൊന്നുമല്ല, പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, നിന്റെ വചനപ്രകാരം എരിവും നിന്നെ ഭയപ്പെടുന്നവരും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കണം. അപ്പാ, എരിവുള്ളവർ. മഴ വരുന്നെന്ന് കേട്ടാൽ തന്നെ ഓടി കൂടാരത്തിൽ കയറുന്നവനൊന്നും വേണ്ട. ഹല്ലേലൂയ. ആകാശം പൊങ്ങുമ്പോഴും ഞാനും കിറാവും, വെള്ളം പൊങ്ങിയേ ഞാൻ കിറാവും. ഡൽഹിയിൽ ഭൂകമ്പം, ഞാൻ കിറാവി. ഹല്ലേലൂയ. ഒരുപാട് കാര്യമൊന്നും വേണ്ട. ഇലാനെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇലാനെങ്കിൽ മുട്ടങ്കളി ചാടിപ്പോയി, ഞാൻ വരുന്നില്ല. എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ താല്പര്യം? ആമേൻ. പക്ഷേ ഇവന്റെ പ്രത്യാശ കണ്ടോ? ആലയത്തിനകത്തേക്ക് ചെല്ലുമ്പോ ആണ് സഭയോട് പറയുന്നു, നിനക്ക് ഒരു ആത്മാവിനെ തന്നുവെങ്കിൽ, നിനക്ക് ജീവനെ തന്നുവെങ്കിൽ, നിന്റെ ജീവൻ എപ്പോഴും ദാഹിക്കേണ്ടത് ദൈവത്തിനായിട്ടാണ്. നിന്റെ ഉള്ളം കൊതിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിനായി തന്നെ ദാഹിക്കണം. എന്റെ ഉള്ളം ദൈവത്തിനായി തന്നെ ദാഹിക്കണം. എന്റെ ഉള്ളം ദൈവത്തിനായി തന്നെ ദാഹിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, എന്റെ ഉള്ളം ദൈവത്തിനായി തന്നെ ദാഹിക്കണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്നറിയാമോ? ദൈവത്തിനായി ദാഹിക്കാതെ മറ്റു പല കാര്യങ്ങളും ദാഹിച്ചുകൊണ്ടേയിരിക്കും. അതിനകത്ത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ദാഹം എന്ന് വെച്ചാൽ അകത്തേക്ക് കയറത്തില്ല. ഒരു കാക്കക്കുടി, ഒരല്പം വെള്ളം ഇരുന്നാലും പിന്നെ പോയിട്ട് ഇല്ല കൊമ്പ് വെച്ച് എല്ലാം ഇങ്ങനെ കോതി ഒതുക്കുന്നൊരു കുളി നടക്കല്ല. കുളിക്കാൻ പറ്റുമോ അങ്ങനെ? ചില ആൾക്കാരെ കണ്ടില്ലേ, വെള്ളം പിടിച്ചിട്ട് എല്ലാം പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്നും നനഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാം പിടിച്ചിട്ട് പിന്നെ കണ്ണാടി നോക്കിയിട്ട് എല്ലാം ശരിയിട്ട് കുളിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുളി. ഇതിന് പറയുന്ന പേര് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ബക്കറ്റിൽ ഒരു കോപ്പയിൽ കുളിച്ചു വന്നു. എത്ര വെള്ളം അങ്ങോട്ട് നിൽക്കണം, എത്ര വെള്ളം കണ്ടി കിടക്കുന്നു. മനസ്സില്ല കുളിക്കാൻ, കഴുകാൻ മനസ്സില്ല. ഇങ്ങനെ കഴിയാ എങ്ങനെ പോകും? അപ്പൊ ശുദ്ധ മനസ്സാക്ഷി ആരെ തേടും? ശുദ്ധിയുള്ളതിനെ തേടും, തേജസ്സിനെ അന്വേഷിക്കും. അവന്റെ ഉള്ളം കൊതിക്കും, അവൻ ആലയത്തിൽ തൂണുപോലെ നിൽക്കും. ആമേൻ. അവൻ ആലയത്തിൽ ശോഭിക്കും. ഒരു സാക്ഷ്യം, ഒരു കാര്യം പറയുന്നാലും, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനം തിരിഞ്ഞു വന്ന മകൻ ഈ കൺവെൻഷനൊക്കെ അവൻ ഭയങ്കര ശക്തമായി ഓടി, പല കാര്യങ്ങൾക്കും വേണ്ടി ഓടി, വളരെ സഹായമായി നിന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 1 വർഷം ചെയ്യാതെ നടന്നതൊക്കെ
4 വർഷം ചെയ്യാതെ മുങ്ങി നടന്ന പലതിനെയും കൊണ്ടിട്ട് കർത്താവ് ജയിച്ചു. എത്ര വലിയ ദൈവം! അതിപ്പോ ഈ ഒഴിഞ്ഞു കഴിഞ്ഞ് നടക്കുന്നവരെ നല്ല സന്തോഷം ഉണ്ടാവും. വലിയ ബാനർ അത് ഒറ്റയ്ക്ക് വലിച്ച് അതിലേക്ക് കെട്ടി ആരും സഹായിക്കാനില്ല. അപ്പോൾ ഞാൻ പഴയ ജ്യേഷ്ഠാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ, സൂക്ഷിക്കണം, ഞാനൊന്നും പറഞ്ഞില്ല. കാരണം ദൈവം ബുദ്ധിയെ കൊടുത്തു, ജ്ഞാനത്തെ കൊടുത്തു, അവൻ ആരോഗ്യത്തെ കൊടുത്തു, വലിഞ്ഞു കയറി നന്നായിട്ട് ആ കുഞ്ഞത് ചെയ്തു. കുറച്ച് പേര് കഠിനാധ്വാനം ചെയ്തു. നമ്മൾ ഈ ഈ കൺവെൻഷൻ പലപ്പോഴും ഒരു കല്യാണം നടത്തും പോലെയാണ്. ആമേൻ. എൻ്റെ മോളെയാണോ മോനെയാണോ ഇറക്കിവിട്ടത്? കല്യാണം നടത്തും പോലെയാണ് ഇതിൻ്റെ ഭാരം. അതിനകത്ത് നമ്മൾ ഇറങ്ങി കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുമ്പോൾ ഇവിടെ കിടന്നൊരു കുന്നു വിറക്, പിന്നെ ഞാനും ഞാൻ എടുത്തില്ല, ഞാൻ അടുക്കി. പിന്നെ സഹോദരി ജീവിത സഹോദരി ശ്രീമാറിനെ വിളിച്ചു വരുത്തിയതാണ്, സന്തോഷത്തോടെ വന്നതല്ല. അതുകൊണ്ട് ക്രെഡിറ്റ് ഒന്നും കൊടുക്കില്ല. ആ വിളിച്ചത് കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് അവൻ വന്നിട്ടില്ല. എന്നാലും ഞാൻ പറയുന്നത്, കുറച്ച് പേരെന്ത് ചെയ്തു ഭയങ്കരമായിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ പറയുന്നില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കല്യാണം നടക്കും പോലെ ചിലർ VIP പോലെ വന്ന് ഭക്ഷിച്ച് പോയി. അവരും അവയവങ്ങളാണ്, അവരെയും വെറുക്കാൻ പാടില്ല. എല്ലാവരും അവരെയും സ്നേഹിക്കണം. വെറുപ്പ് കയറി വരുമ്പോൾ കർത്താവ് വെറുക്കണ്ട, അതിനെ കൊണ്ട് ഞാൻ 2 ദിവസത്തെ ജോലി പിന്നെ ചെയ്തോളാം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ മാറി നടക്കുന്നില്ല. അവരൊക്കെ മുട്ടം പണിയെടുത്ത് നടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ ഒരു കല്ല് ചുമക്കാൻ മടിയുള്ളവരെ ചാക്ക് ചുമക്കും. കാരണം കർത്താവിന്റെ രക്തം അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവിന്റെ രക്തം എന്ത് ചെയ്തിട്ടുണ്ട്? അകത്ത് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമത്തിന് മഹത്വം കൊടുത്താൽ. അപ്പൊ എന്തായാലും ദൈവം വളരെ ഭംഗിയായിട്ട്, അതുപോലെ തന്നെ എനിക്ക് തോന്നി, കർത്താവേ ഇതൊക്കെ എങ്ങനെ ഇത് എൻഡിലേക്ക് വരും? നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. പിന്നെ അതിനുള്ള സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു 3 കടങ്ങളോട് തീർക്കാറുണ്ട്. എല്ലാവരും ഒന്ന് ഉഷാറായിക്കോളും. സഹോദരനെ കർത്താവ് കൊണ്ടിട്ടതല്ലേ? ഓക്കെ. എന്നാലും രാവിലെ ഇല്ലായിരുന്നു. അപ്പോൾ ഓക്കെ, സഹോദരനൊരു കയ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ദാവീദ് പറയും, ഞാനും 2 മേശയ്ക്ക് എടുത്തിട്ടതാണ്, എൻ്റെ പേര് പറഞ്ഞില്ല. പറയാം, ആരംഭത്തിലേ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് വെക്കളയും, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇതെങ്ങനെ നടക്കും? പക്ഷെ ഒരു കാര്യം, ദൈവത്താലെല്ലാം സാധ്യം. ആമേൻ. അതുപോലെ തന്നെ നോട്ടീസ് വിതരണം ചെയ്തത് 350 നോട്ടീസ് പബ്ലിക് സൗകര്യം തന്നെ കൊടുത്തു. ഇപ്പോഴും 10 പോലും കൊടുക്കാത്തവർ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. 10 പോലും കൊടുക്കാത്തവർ കയ്യിൽ വച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ ആരെയും പിടിക്കുന്നില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ ആ കാര്യത്തിൽ വിശ്വാസമല്ല. നിങ്ങളുടെ വീടിൻ്റെ അടുക്കിലേക്ക്, വാതിൽക്കിലേക്ക് കൊണ്ടുവന്ന കുഞ്ഞാവൻ കൊണ്ടുവന്ന് ഒരു എൻവലപ്പ് കവറൊക്കെ ഉണ്ടാക്കി നമ്മൾ നീറ്റായിട്ട് കല്യാണം വിളിക്കും പോലെയാണ് വീട്ടിനകത്തുള്ളവരെ വിളിച്ചത്. കല്യാണം വിളിക്കുന്നത് പോലെയാണ് അതിൽ പേരെഴുതി ശ്രീമാൻ, കുമാരൻ, ശ്രീമതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി അങ്ങ് തന്നു. അപ്പോഴേ ഇത് കണ്ടിട്ടെങ്കിലും ഒരു ഉളുപ്പ് ഒരു ഉളുപ്പ് തോന്നില്ലായിരുന്നു. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുന്നു. എന്തായാലും ഓരോ അവയവങ്ങളും അവരവരുടെ രീതിയിൽ സഹകരിച്ചില്ലെന്നൊന്നും പറയുന്നില്ല. എന്നാലും കുറച്ചുകൂടിയൊക്കെ ഒരു ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കകത്ത് മാപ്പില്ല കേട്ടോ. ഞാൻ പ്രത്യേകിച്ചൊന്നും പിടിക്കുന്നില്ല, മാപ്പില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റും ഒരു ഇതും പറയാനില്ല. വരേണ്ടത് തന്നെ. കാരണം ഇത് നടന്നത് വീട്ടിനകത്താണ്, വരാത്തതെല്ലാം തലതിരിഞ്ഞു നിന്നതാ. കല്യാണം വീട്ടിൽ നടന്നു കഴിഞ്ഞ് ഒരു കൊച്ചിറങ്ങി മാറി നിന്നതിന്റെ അർത്ഥം എന്താ? അന്ന് തലതിരിഞ്ഞതാ, അങ്ങനെ നിന്നതാ. ഓക്കെ, അത് പോട്ടെ. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് സഭായോഗത്തിന് വരുമ്പോൾ, സഭാരാധനയ്ക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ ജീവനുള്ള ദൈവത്തിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ എത്ര പേര് വന്നു? ഉള്ളിൽ എൻ്റെ കർത്താവിനെ കാണണം, എനിക്ക് എൻ്റെ കർത്താവുമായിട്ട് രമ്യതപ്പെടണം. ഈ സഭായോഗത്തിൽ എനിക്ക് ഒന്നുകൂടി കർത്താവിനോട് അടുക്കണം. ഇന്ന് കേൾക്കുന്ന വചനം വെറുതെ മുട്ടൻ ഹൃദയത്തോടെ കേൾക്കാനല്ല, എൻ്റെ മാംസളമായ ഹൃദയത്തിൻ്റെ ഫലകമേൽ ഈ വചനം എഴുതണമെന്നുള്ള ആഗ്രഹത്തോടെ എത്ര പേർ വന്നു?
ദൈവമേ എന്നോട് സംസാരിക്കണം. ഒരു പാപ സ്വഭാവം എനിക്ക് വെളിപ്പെടുത്തി തന്നെങ്കിൽ ഞാനത് മാറ്റും. ഞാനതിനെ ആ ഭിന്നതകളെ മാറ്റിവെക്കും. ഹല്ലേലൂയ. കാരണം എനിക്ക് നിത്യതയിൽ പോകണമെന്ന് ഓരോരുത്തരും അധ്വാനിച്ച പോരെ, ഓരോരുത്തരും പറഞ്ഞാൽ പോരെ എനിക്ക് നിത്യതയിൽ പോകണം. അപ്പൊ ജിനോ പറയണം എനിക്ക് നിത്യതയിൽ പോകണം. പിന്നെ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും ഒരുപോലെ പറയാണ് നമുക്ക് ഒരുമിച്ച് അവിടെ കാണണം. ഞാൻ നോക്കുമ്പോൾ അവിടെ ആരെ കാണണം? റിനോയെ കാണണം, ലിനോയെ കാണണം, റിജിയെ കാണണം, ലതയെ കാണണം, അവിടെ ഗീതയെ കാണണം, പപ്പിലിയെ എവിടെയാണ് കാണണം, 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 എല്ലാത്തിനെയും കാണണം. സ്നാനപ്പെട്ടിട്ടില്ല, ഇപ്പൊ ഒരു ഒഴുക്കാണ്, പഴയ ആവശ്യമില്ല. ഇപ്പൊ ഇങ്ങനെ എനിക്ക് വേണ്ടി തലകാഴ്ചയുള്ള പോക്കാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഒരു വർഷം കഴിഞ്ഞു, ഹണിമൂൺ കഴിഞ്ഞു. ഇനി വചനം നേരെ കേട്ട് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് അടുത്ത കാര്യങ്ങളിലേക്ക്. ദൈവസന്നിധി വെച്ച വിഷയങ്ങൾക്കെല്ലാം ദൈവം പ്രതിവിധി തന്നില്ലേ? തന്നു. ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ എന്റെ ആത്മാവ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നു. ഇതാണ് പ്രാർത്ഥനാ വിഷയം. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത്. കാരണം ഇത്ര ശക്തനായ ദൈവം എവിടെയെന്ന് നിങ്ങൾ നിത്യം പറയുന്നു. മോശ പറയുന്ന ഒരു മറുപടി ഉണ്ട് ആവർത്തന പുസ്തകത്തിലെ 4-ാം അധ്യായം. ആവർത്തന പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിലെ 6 മുതൽ വായിച്ചിട്ട്, 4:6 മുതൽ വായിച്ചിട്ട്. ഏതിനെ പ്രമാണിച്ച് നടക്കണം? ദൈവം പറഞ്ഞ വചനങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഇതല്ലയോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അപ്പൊ വചനം എന്ത് ചെയ്യണം? പ്രമാണിക്കാനുള്ളതാണ്, വചനം അനുസരിക്കാനുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്നെക്കുറിച്ച് മോശമായി ഒരാൾ മറ്റൊരാളോട് പറയുന്നിരിക്കട്ടെ, വിശ്വസിച്ചപ്പല്ല, അല്ലാതെ ജാതി പറയാണെന്നിരിക്കട്ടെ, നിശ്ചയമായിട്ടും ആ ഭാഗം ഞാൻ തിരുത്തേണ്ടതല്ലയോ? ശരിയല്ലേ? അങ്ങനെ പറയാൻ ഇടവയ്ക്കട്ടെ. അടുത്ത വാക്യം. അവർ ആരാ? ജാതികൾ ഈ വായിച്ചോ? ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്നു പറയും. ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. എല്ലാവരും വാക്കൊന്ന് പറഞ്ഞാട്ടെ. ജ്ഞാനവും വിവേകവുമുള്ള ജനമെന്ന് സഭയെ കുറിച്ച് പറയണം. രക്ഷിക്കപ്പെട്ടവനെ കുറിച്ച് ജാതികൾ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയമുള്ളവർ. അവർക്കൊരു ദൈവം ഉണ്ട്, അവർക്കൊരു ഉടയവനുണ്ട്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊരു ദൈവം ഉണ്ട്, അവൻ ദൈവത്തിന്റെ മുമ്പാകെയാണ് നടക്കുന്നതെന്ന് ജാതികൾ പറയും, ജനതകൾ പറയും. സഹോദരി, നമ്മൾ ഈ കാണുന്ന കാഴ്ച എല്ലാം ഒട്ടഞ്ച് പറഞ്ഞ് തകർന്നിരിക്കുന്നവരാണ്, സമാധാനം ഇല്ലാത്തവരാണ്. പക്ഷെ അവരെ പിശാച് വിട്ടുകൊടുക്കാതെ മതഭക്തിയിലും പല ഭക്തികളിലും പിടിച്ചിരുത്തിയിരിക്കുക. എപ്പോഴും നമുക്ക് കൃപ ലഭിച്ചു, നമുക്ക് ദൈവത്തിന്റെ സ്നേഹം ലഭിച്ചു. അപ്പോഴേ ഈ ഓടി വന്ന്, എന്നിട്ട് ഇതിനകത്തൊന്നും ശരിയായ രക്ഷയിലേക്ക് വന്നു എല്ലാവരും. ഇവിടെ എന്നാലും കൂടാരത്തിന് അകത്തിരുത്തി, ചിലതിനെ അകത്തിരുത്തി, ചിലതിനെ പുറത്തിരുത്തി, ചിലതിനെ വഴിയിൽ വെച്ചൊക്കെ കേൾപ്പിക്കണം. ആമേൻ. ഇവിടെ കണ്ടോ? ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്നു പറയും. കരമത്തിൽ മാത്രം കൊടുത്താണ്. അടുത്ത വാക്യം. നമ്മുടെ ദൈവമായ യഹോവയോട് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിന്റെ ആ ഒരു ലവബിൾ കണ്ടോ, സ്നേഹം കണ്ടോ? അവൻ അടുത്തിരിക്കുന്ന അതുപോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന
ഗർഭത്തിൽ മാത്രം. അതുകൊണ്ടാ കോര ഓടിച്ചെന്ന് കോരപുത്രൻ. ഹല്ലേലൂയ. ദൈവം ആ വാക്യം ഒന്നുകൂടെ വായിക്കും. എന്റെ ദൈവമായ യഹോവയോട് അവൻ എനിക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി. നമ്മൾ നേരത്തെ വായിച്ചില്ലേ? നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. ഇവിടെ കണ്ടോ? ശ്രേഷ്ഠ ജാതി. അടുത്ത നിങ്ങളെ കരം കൊടുത്ത് പറയുക, ഞാൻ ആരാണ്? ശ്രേഷ്ഠ ജാതി. ഇനിയെങ്കിലും സഹോദരി സഹോദരന്മാരെ പറയേണ്ട അടുക്കൽ, ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുന്ന ജനമെന്നൊന്ന് പറയാം. ഇനി നീ എട്ടേ നടക്കൂ. പാപം ചെയ്യാൻ മടിയില്ല, കള്ളം പറയാൻ മടിയില്ല, ഉഴപ്പി നടക്കാൻ മടിയില്ല, അനുസരിക്കാൻ മടിയില്ല. മടി. ഹല്ലേലൂയ. ഇവിടെ വചനങ്ങൾ കൊണ്ട് പുഷ്ടിയായിട്ട് വച്ചിരിക്കുക ദൈവം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ഉപദേശങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ ജനത്തോട് പറയുകയാണ്, നീ ഒരു ശ്രേഷ്ഠ ജാതി, എന്റെ സഭയെ നീ ഒരു ശ്രേഷ്ഠ ജാതി. ഞാൻ കേട്ടു, ഒരു ശ്രേഷ്ഠ ജാതി. ആമേൻ. അടുത്ത, ഞാൻ ഇന്ന് നിന്റെ മുമ്പിൽ വയ്ക്കുന്ന ഇത്ര നീതിയുള്ള ചട്ടങ്ങൾ. കണ്ടോ? നീതിയുള്ള ചട്ടങ്ങൾ. കാച്ചിക്കുറുക്കി 10 കൽപ്പനകൾ കൊടുത്തു. അതിലെവിടെയാ അനീതി ഇരിക്കുന്നത്? അപ്പനും അമ്മയും ബഹുമാനിക്കുക, അനീതിയുണ്ടോ? കൊല്ലരുത്, അനീതിയുണ്ടോ? വ്യഭിചാരം ചെയ്യരുത്, അനീതിയുണ്ടോ? മോഷ്ടിക്കരുത്, അനീതിയുണ്ടോ? ഇവിടെ അക്കരെ മാത്രം പറയും. നിങ്ങളെന്താ മിണ്ടാത്തത്? ഈ പരിപാടിയിൽ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് മിണ്ടായിരിക്കണം. എന്നാൽ എല്ലാവരും വായ തുറക്കണം. അപ്പനും അമ്മയും ബഹുമാനിക്കണം. അതിലെന്തെങ്കിലും അനീതിയുണ്ടോ? ചെയ്യാത്തവർ മിണ്ടിയിട്ടില്ല. അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്, അപ്പനും അമ്മയും ഉണ്ടോ? ഇപ്പോഴും ബഹുമാനിക്കണം. അമ്മയുണ്ട്, ബഹുമാനിക്കണം. സ്നേഹിക്കണം, സ്നേഹിച്ചു കൊല്ലണം. സ്നേഹിക്കണം, സ്നേഹിച്ചു കൊല്ലണം. അറിഞ്ഞോളൂ, അങ്ങനെയുണ്ട്. ആമേൻ. അവനോട് മോഷ്ടിക്കരുത്. അതെന്തെങ്കിലും പിന്നെ ചെയ്യാൻ പാടില്ല, ചെയ്യാന്നുള്ള കാര്യമാണ്. നീതിയുള്ള ന്യായപ്രമാണം. ഇത്ര നീതിയുള്ള. അടുത്ത് പറയുന്നുണ്ടോ? കള്ളസാക്ഷ്യം പറയരുത്. ശരിയല്ലേ? നീ കള്ളം പറയരുത്, കള്ളസാക്ഷ്യവും പറയരുത്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മളെ നോക്കിയിട്ടാണ് എല്ലാവരും സംസാരിക്കും. പിന്നെ വേറെ ഒരു പരിപാടിയില്ല. എന്നെ നോക്കിക്കൊണ്ട് ഗ്രാമം മുഴുവനും എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ. ഈ സകല ന്യായപ്രമാണവും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അപ്പൊ കള്ളസാക്ഷ്യം പറയരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അന്യന്റെ വസ്തുവകൾ മോഹിക്കരുത് എന്നൊക്കെ ഉള്ളത് തെറ്റാണോ? ഈ കൽപ്പനകളാണ് പട്ടണത്തിനകത്ത് വെച്ചേക്കുന്നത്. ഇത് തെറ്റിച്ചത് കൊണ്ടാണ് ഇടറി പോകുന്നത്. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ വണങ്ങരുത്, ആരാധിക്കരുത്, അതിനോട് നിനക്ക് മമത ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ എന്തൊന്നും മമത? എനിക്കങ്ങനെ മമതയൊന്നും. ഇത് നിങ്ങൾക്ക് എന്നെ നോക്കി പറയാം. പക്ഷെ ജ്ഞാനദൃഷ്ടിയാൽ പ്രാർത്ഥിക്കുമ്പോൾ ചില ടീമുകളകത്തിരിപ്പുണ്ട്. അവൻ നമ്മളതിനെ താലോലിച്ചു വച്ചിരിക്കുന്നു. പാസ്റ്റർ പിടിക്കുമെന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തള്ളിക്കയറ്റി അങ്ങ് മുറിക്കകത്തങ്ങ് വെച്ചാൽ. ഹല്ലേലൂയ. ജനത്തെ പറ്റിക്കാം, ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല. എല്ലാവരും പറഞ്ഞട്ടെ. നിനക്ക് മനുഷ്യരെ പറ്റിക്കാം, ആരെ പറ്റിക്കാൻ പറ്റില്ല. അങ്ങോട്ട് കിടക്കണമെങ്കിൽ ശുദ്ധ മനസാക്ഷി വേണം. ശുദ്ധി ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഇത് എബ്രായ പുസ്തകത്തിൽ പറയാ, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. വേണമെങ്കിൽ ഒരു ശ്രമം നടത്തിയേ പറ്റുള്ളൂ.
ശുദ്ധീകരണം വന്നേ പറ്റുള്ളൂ. ആമേൻ. അത് തീർന്നോ? അത് കണ്ണാലെ കണ്ടിട്ടുള്ള ആ കാര്യങ്ങൾ നീ മറക്കാതെയും ആ നിന്റെ ആയുഷ്കാലം ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് കണ്ട, സൂക്ഷിക്കണം. നീ കേട്ട വചനങ്ങളെ നിന്റെ മുമ്പിൽ നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. കരമത്തൊരു മഹത്വം കൊടുത്താട്ടെ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. എനിക്ക് ആദ്യം നിന്നെ നമുക്ക് മക്കളെ നന്നാക്കാൻ ഭയങ്കര ഇഷ്ടം. ഇത് പറയുമ്പോ മക്കൾമാർക്ക് മക്കളെ നന്നാക്കി അടിയെടുത്തടിച്ച് നന്നാക്കും. അടിച്ച് നന്നാക്കണം മക്കളെ. അതിനു മുമ്പ് നമ്മളെ കർത്താവ് അടിക്കാതിരിക്കാൻ നമ്മളങ്ങ് നന്നായിക്കൊള്ളണം. അതുകൊണ്ട് പറയണം, നിന്നെ ജാഗ്രതയോടെ നീ എന്നെ സൂക്ഷിച്ചുകൊള്ളണം. ആമേൻ. ഈ വചനം ചുമക്കുന്നവൻ, പെട്ടകം ചുമക്കുന്നവൻ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരു വ്രതൻ തന്നെത്താൻ സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇപ്പോ DYSP ആയ മനുഷ്യൻ വേറെ സിവിൽ വേഷത്തിൽ വരുമ്പോ കൂടെ ആരുണ്ടാവും? കാറുണ്ടാവും. അവരുടെ കാറുണ്ടാവും. അവിടെ ആ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സാധാരണ ജനത്തിന് മനസ്സിലാകും ഇത് പുള്ളി വേറെയാണ്. നേരെ മറിച്ച് ഈ പുള്ളി സിവിൽ വേഷത്തിൽ കാളവണ്ടിയിൽ വരുന്നു. ഒരു മനുഷ്യനും മൈൻഡ് ചെയ്യണം. അപ്പൊ അയാൾക്ക് ബുദ്ധിയുണ്ടെന്ന് നോക്കണം. വസ്ത്രം തെറ്റിക്കുന്ന ഒരു ടീഷർട്ട് ഇട്ടിട്ട് അങ്ങനെ വരുക. അപ്പൊ ഇറങ്ങുമ്പോൾ തന്നെ കാണുമ്പോൾ കാൽ ഷൂ നോക്കി അറിയാൻ പറ്റും അത് പോലീസിന്റെ ഷൂ ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മുടിയൊക്കെ വെട്ടി, പിന്നെ അഹങ്കാരം കൂടി കാണുമ്പോൾ അറിയാൻ പറ്റും. വണ്ടിയുടെ കാണുമ്പോൾ പാറാവുകാരൻ പോലീസ് വേഷത്തിലായിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കും ചില വേഷവിധാനങ്ങൾ ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് നമുക്ക് അണിയിച്ചു തന്ന വസ്ത്രമാണ് വെള്ള വസ്ത്രം. വീശ എടുക്കണം. ഇങ്ങനെ ഞാൻ പറഞ്ഞ വെള്ള അകത്താണ്. ഒരു മാറ്റം അകത്തുണ്ടാകണം. ഇവിടെ ആ മനുഷ്യനിൽ കൂടി, ആ പ്രവാചകനിൽ കൂടി, മോശയിൽ കൂടി തന്റെ ജനത്തോട് ദൈവം സംസാരിക്കുകയാണ്. നീ വേറിട്ട ശ്രേഷ്ഠ ജാതി. ഹല്ലേലൂയ. നീ വേറൊരു ജാതി. എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലായിടത്തും ഈ ശുശ്രൂഷ ഉണ്ടോ? ഇല്ല. സഭകളിൽ പോലും 4-5 മാസം കൂടുമ്പോഴേ അത് ചെയ്യുന്നത്. അത് ക്രെഡിറ്റ് ആയിട്ടാ പറയുന്നത്. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും പറയോ 5 മാസം 6 മാസം കൂടും, ഒരു വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന സഭ അന്ന് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അവരെന്ത് ചെയ്യും? ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഇനി ഇത് ഒരു ദിവസം കണ്ടില്ല എന്ന് വെച്ചിട്ട് നിനക്ക് മാറി നടക്കാൻ വ്യവസ്ഥയുണ്ടോ? നിന്റെ മേൽ കിടക്കുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ, നിന്റെ മേൽ ദൈവം വച്ചിരിക്കുന്ന, നിന്റെ മേൽ വച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും നാൾക്ക് നാൾ നീ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ഇട്ടിരിക്കുന്ന ടാഗ് അങ്ങിടണം. ഒരു ടാഗ് എന്ത് ചെയ്യണം? ഇടണം. എന്ന് വെച്ചാൽ ബൈബിൾ എടുത്ത് ടാഗായിട്ട് തൂക്കിക്കൊണ്ട് നടക്കണം എന്നല്ല അവർ. ഇത് അകത്ത് തൂക്കിയാൽ നല്ലത്. ആമേൻ. ഒരു ടാഗ് ഇടണം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ സത്യം കൊണ്ട് അരയങ്ങ് മുറുക്കണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട രക്ഷയുടെ ശിരസ്ത്രം ധരിക്കണം. വിശ്വാസമെന്ന പരിചയം എടുക്കണം. തീക്കകത്തോട് എനിക്ക് നടക്കാനുള്ള വിശ്വാസം. നീ കരിഞ്ഞു പോകും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്താണ്? എന്റെ കർത്താവിനെ കുറിച്ചുള്ള പ്രത്യാശ എന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. ആമേൻ. പ്രാർത്ഥന വേണം, വചനം വേണം. വചനമെന്ന വാൾ അവന്റെ മേൽ വേണം. സർവായുധ വർഗം ധരിക്കാനാ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? സാത്താനെ എതിർക്കാൻ ഇത് മാത്രം മതി. സത്യം പറഞ്ഞു തുടങ്ങിയാൽ മതി. അല്ലാതെ 80 ദിവസത്തെ ഫാസ്റ്റ് ഇരിക്കും, സാത്താനോട് പോകും, കുഴപ്പമില്ല. 81ാമത്തെ ദിവസം റെഡി ആയിട്ട് തുടങ്ങി. നേരെ സത്യം ഇറക്കി കെട്ടിയിട്ട് അതെ ഇപ്പൊ കെട്ടിക്കോ. സത്യം എല്ലാവരും അത് ഒന്ന് നിങ്ങളുടെ അരയൊന്ന് കെട്ടിയാൽ സത്യം കെട്ടിയാൽ സത്യത്തെ നിങ്ങൾ അക്കിയിട്ട് ആമേൻ. ബലം കിട്ടില്ലേ? സത്യം നമ്മൾ പറയാൻ തുടങ്ങിയാൽ തന്നെ മറ്റവന്റെ പകുതി ഇടിഞ്ഞു പോകും. പിന്നെ അവൻ ആ ബലം നഷ്ടപ്പെടും. ഓരോ ആയുധങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ വിശ്വാസം കണ്ടിട്ട് അവൻ വന്ന് പരീക്ഷിച്ച് നോക്കാൻ വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞ് പാറ്റാൻ അനുവദിക്കുക. സ്നേഹം കണ്ടിട്ട്, പത്രോസിന്റെ സ്നേഹം കണ്ടിട്ടാ പറഞ്ഞത് എന്റെ കുഞ്ഞ് അനുവദിക്കത്തില്ല. എന്റെ സഭ ഇതിവിടെ കണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് എന്റെ ആത്മാവ്. ആമേൻ. വായിച്ചേ മോശ പറഞ്ഞത് ആ വാക്യം കൂടെ ഒന്നുകൂടെ വായിച്ചേട്ടാ. മക്കൾ അവിടെ നിൽക്കട്ടെ. ആദ്യം അപ്പനും അമ്മയും പിടിക്കുക, എന്റെ താഴോട്ടുള്ളത് പിടിക്കേ. അതൊന്ന് പറഞ്ഞു പോയിട്ട് അങ്ങ് നിർത്താം.
ആ ആയുഷ്കാലം ആ വായിക്കാനുള്ള ശുഷ്കാന്തി മാനിക്കുന്നു. വായിക്കും. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ രഹസ്യത്തിലല്ല സഭായോഗം നടന്നത്. ഞാൻ കണ്ടിട്ടില്ല, അവിടെ പ്രസംഗിച്ചെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇന്ന് വന്നിട്ടില്ല, ഇതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ കറങ്ങി നടക്കുന്നവന്റെ മനസാക്ഷി യുഗത്തിൽ ദൈവം ഇടപെട്ടതുപോലെ ഇടപെട്ടുകൊണ്ടേയിരിക്കും. സഭായോഗത്തിന് വരുന്നവനോട് ഡയറക്റ്റായിട്ട് സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ടേയിരിക്കും. വളരെ സ്നേഹത്തോടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഷാർപ്പ് എന്തെങ്കിലും പറഞ്ഞോ, ആ കള്ളം ചേരുന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പ്രശ്നമാണ്. അവാശ്യമാണ്. ആ നീ മറക്കാതെ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആയുഷ്കാലത്ത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ 80-ാം വയസ്സിലാണെങ്കിൽ ആ വയസ്സിൽ നീ എന്ത് ചെയ്തോണം? ഈ വചനത്തെ മുറുകെ പിടിക്കണം, സൂക്ഷിച്ചോളണം. അടുത്ത നിന്റെ മനസ്സിൽ നിന്ന് ഉണ്ടോ? ഹലോ, നിന്റെ ഉള്ളിൽ നിന്ന് ഈ വചനങ്ങൾ എന്ത് ചെയ്യരുത്? വിട്ടു പോകരുത്. നമ്മൾ എപ്പോഴെങ്കിലും ഇടറുന്നുണ്ടെങ്കിൽ കാരണം വചനം എവിടെയോ വെച്ച് മറന്നു. ഇവിടെ വെച്ചു നമ്മൾ ചില വചനത്തിന് തപ്പണുണ്ടോ? വചനം എവിടെയോ വെച്ച് മറന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു വിട്ടു പോകരുത്. വചനം ഉള്ളിൽ നിന്ന് വിട്ടു പോകരുത്. വിട്ടുപോകാതെ കേട്ടോ, അതിനുവേണ്ടി മാത്രം ഒരു സൂക്ഷ്മത വേണമെന്നാണ്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോ 50,000 രൂപ കൊടുത്തിട്ട് സൂക്ഷിക്കാൻ പറയേണ്ട ആവശ്യം പോലുമില്ല, സൂക്ഷിച്ചോളൂ. ശരിയല്ലേ? ഈ കളഞ്ഞു കിട്ടിയ ഒരു മഞ്ചാടി ഒരു നുള്ളൊക്കെ സൂക്ഷിച്ച് വെച്ച് കൊണ്ടുവരണം. ഒരു പേപ്പർ ഇട്ട് പൊതിഞ്ഞ്, പിന്നെ കളർ പേപ്പർ ഇട്ട് പൊതിഞ്ഞ്, പിന്നെ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് ഇവിടെ വെച്ചിട്ട് ആകെ 100 രൂപ കിട്ടത്തുള്ളൂ. ആ സാധനം കൊണ്ട് നടക്കണതാണ്. എന്നാൽ ഇതൊക്കെ എത്ര സിമ്പിളായിട്ടാണ് എറിഞ്ഞു കളയുന്നത്. എന്നിട്ട് പറയുന്നു, നിന്റെ ആയുഷ്കാലം ഒക്കെ നീ അവയെ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കും. അപ്പൊ ഇവിടെ ഏതെങ്കിലും ദൂതനയച്ച് സൂക്ഷിക്കുമെന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ സഹോദരങ്ങളെ? അവനവൻ സൂക്ഷിച്ചു കൊള്ളണം. മനസ്സിലായ കാര്യം? നീ നിന്നെ എന്ത് ചെയ്തോളണം? സൂക്ഷിച്ചു കൊള്ളണം. അഴിഞ്ഞാട്ടക്കാരൊക്കെ വരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തോണം? അത് കണ്ടിട്ട് എനിക്കും അങ്ങനെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആടാൻ പോകരുത്. ഹല്ലേലൂയ. നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കും. അവിടെ നിൽക്കുമ്പോ മാറങ്ങോട്ടെന്ന് പറഞ്ഞ് വേണം പോകാൻ, അല്ലാതെ ഒളിച്ച് രഹസ്യത്തിൽ നിറഞ്ഞു പോകരുത്. അമ്മേ, നീ അതിലെ വാ, ഞാൻ ഇതിലെ വരാന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്? പോകരുത്. അമ്മേ, മാറി നിൽക്കെന്ന് പറഞ്ഞ് ശത്രുവിനോട്, പൈശാചിക ഇടപെടലുകളോട്, പാപത്തോട് മാറി നിൽക്കെന്ന് പറയുക. യേശുവിനെ കീഴ്ക്കായി മലയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ കൊണ്ടുപോകുമ്പോ കർത്താവ് പറഞ്ഞതിന് മറുപടിയുണ്ട്, മാറി നിൽക്ക് ദുഷ്ട, നീ മാറി നിൽക്ക്, മഹത്വത്തിന്റെ രാജാവായ വചനമകത്തുള്ളവൻ ശത്രുവിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. വചനമകത്തില്ലാത്തവൻ ഇടറും. അല്ല, മനസ്സിലാകുന്നുണ്ട്? വചനകത്ത് ഇല്ല. ഉണ്ടെന്ന് ഭാവിച്ചത് കൊണ്ട് കാര്യമില്ല. ഉണ്ടെന്ന് ഭാവിച്ചതുകൊണ്ട് ഞാൻ ഭയങ്കര മിടുക്കനാ, ഞാൻ ആഴങ്ങളുടെ മുത്തുകൾ തപ്പുന്നവനാ. ആഴങ്ങളുടെ മുത്തുകൾ വേറെ ചിലത് തപ്പും. ഹല്ലേലൂയ. ആമേൻ. ഇത്രയും മതിയെന്നേ. ഞാൻ നിന്റെ ഒരു നാൾ ഒരു വചനം അകത്തുണ്ടെങ്കിൽ അവൻ ആ വചനത്തെ നങ്കൂരമിട്ടിട്ടുണ്ടെങ്കിൽ നീ ഇടറില്ല. നിത്യജീവൻ വേണമെന്ന് കാക്ഷിക്കുന്ന എത്ര പേരുണ്ട്? ചുമ്മാ കൈ വെക്കരുത്, ഉള്ളത് പറയാവൂ. വേണമെന്നുള്ള ഭയങ്കര വില കൊടുത്താൽ മതിയാവും. ആമേൻ. അടുത്ത വായിച്ച നിന്റെ മക്കളോടും അതുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ ഉപദേശിക്കാം. നല്ലത് ഉപദേശിച്ചു കൊടുക്കുന്നതിന് മടി കാണിക്കണ്ട. അയ്യോ, ഞാനിപ്പോ നല്ലത് പറഞ്ഞ അവന്റെ ഹൃദയം പാടിയാലോ? ആ വാട്ടരോഗം ഇപ്പൊ കണ്ടില്ലെങ്കിൽ നാട്ടുകാർ ധുമുക്കെന്നിരിക്കത്തില്ലേ? ഹല്ലേലൂയ. ആമേൻ. പിശാച് കയറി കൊത്തിയെടുത്തോണ്ട് പോവില്ലേ? പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ഞാൻ പഠിച്ചതിനെ, ഞാൻ കേട്ടതിനെ ഞാൻ ഉപദേശിച്ചു കൊടുക്കണം. അടുത്ത
നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഇന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. നീ മറക്കരുത്. മതി, അവിടെ വിട്ട് നേരെ 42 പോവാം. നീ മറക്കരുത്. എവിടെയെന്ന് അവർ എന്നോട് നിത്യം നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നു. കണ്ടോ, നിനക്ക് ദൈവമില്ലേ? നിനക്കും ഇങ്ങനെ വന്നുപോയോ? ജാതികളുടെ ഏറ്റവും വലിയ സമ്പ്രദായമാണ്. നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഒരു രോഗം വന്നാൽ മതി, നിനക്കും പനി വരുമെന്നാണ് അവർ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പിശാചിനറിയാം കർത്താവിന്റെ കൂടെ നടക്കുന്നതിനൊന്നും വരത്തില്ല. കരമത്തിന് മഹത്വം കൊടുത്താൽ പിശാചിന് നന്നായിട്ട് അറിയാം ദൈവസന്നിധി നിൽക്കുന്നവനെ തൊടാൻ പറ്റിയാലോ. അതുകൊണ്ടാണ് ജാതിയിൽ വെച്ചിട്ട് ആക്കാക്കുന്നത്. ആമേൻ. ഞാനൊരു ഇത് പറയാം. കുറച്ചൊക്കെ രമ്യതപ്പെട്ടതുകൊണ്ടേ ഇന്നലെ പലരും പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നു. ഞാൻ വഴി വിട്ടുകൊടുത്തുകൊണ്ട് ഒച്ചപ്പെട്ടില്ല. ആമേൻ. എന്നാൽ ആ വയ്യാത്ത ഇതൊക്കെ വെച്ച് കയറി വന്നപ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. എനിക്കെതിരെ കേസ് കൊടുത്ത ആളാണ്. പിന്നെ വഴിയുടെ കാര്യം വന്നപ്പോൾ ഞാൻ വിശാല മനസ്സ് കാണിച്ചപ്പോൾ പിന്നെ അവിടുത്തെ ആ പെൺകുച്ചിനോട് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. അവള് മുന്നിൽ ഭക്ഷണം കഴിച്ചപ്പോൾ സന്തോഷം. പ്രാർത്ഥിച്ചു, ദൈവം പിടിക്കും. അറിയാം, കഴിഞ്ഞ ദിവസം എൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു. കർത്താവ് പലയിടത്ത് പോയിട്ടും ആരും വരുന്നില്ലല്ലോ. 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെന്നു ഉടമകളിൽ നമ്മൾ പ്രാർത്ഥിച്ചു. തങ്കപ്പനും അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ ഇന്നലെ ആദ്യ അവസാനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു സന്തോഷം. കർത്താവെ വിതയ്ക്കുന്നത് ആമേൻ. എല്ലാവരോടും നമ്മളൊന്ന് രമ്യതപ്പെട്ട പലതും കൊണ്ടു. ഹല്ലേലൂയ. ഈ മുകളിലത്തെ ഭയങ്കര എതിർപ്പായിരുന്നു. നമ്മൾ അങ്ങോട്ട് രമ്യതപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരും വന്നു. ഹല്ലേലൂയ. എതിർക്കുന്നതിലൊക്കെ മാറി നമ്മളൊരു വില കൊടുക്കാൻ തയ്യാറായി, സ്നേഹിക്കാൻ തയ്യാറായ. എൻ്റെ ഭയങ്കര സങ്കടം. 4 പെണ്ണുങ്ങൾ കൂടുന്നിടത്ത് ചർച്ചകൾ മാറി അടിഞ്ഞ് ബഹളം ഉണ്ടാക്കും. എന്താണ് ഇത്? മാറ്റണ്ട സമയത്ത്. ഇന്നെങ്ങാനും കർത്താവിന്റെ വരവെങ്കിൽ നിങ്ങൾ 4 കൊടുത്ത് തന്നാൽ. ഞാൻ തമാശ പറയും. അവിടെ ചെന്നിട്ട് നീയാ ഞാൻ അവിടെ തന്നെയായിരിക്കും. മനഃപൂർവ്വം സമാധാനം ഉണ്ടാക്കണം നല്ലത്. ഇനിയെങ്കിലും മനം തിരിഞ്ഞ് മാറിക്കൊണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 40 പുരുഷന്മാരെ ഒരുമിച്ച് കൊണ്ടുപോകാം, 4 പെണ്ണുങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നിട്ടും ആ മനുഷ്യൻ 700 ഭാര്യമാരുമായിട്ട് നടന്നു എന്ന് പറയുമ്പോൾ ഒരു കല്യാണത്തിന് ശലോമൻ പോണ പോക്ക് നോക്കൂ. എത്ര വണ്ടി നിറയെ ഭാര്യമാരുമായിട്ട് പോണ സീമ. ഒന്നിനെ നേരെ കൊണ്ടുപോകാൻ പറ്റും. നാണക്കേട് ഉണ്ടാക്കരുതെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മതി. ഇല്ലെങ്കിൽ വേറെ പണി നോക്കും. നല്ലത് അയൽക്കൂട്ടത്തൊക്കെ പോയിരുന്നു അടിയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി. ആലയത്തിനകത്താണെങ്കിൽ സ്നേഹവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഈ കയറി വരുന്നവർ നമ്മുടെ സ്നേഹം കണ്ടിട്ട് എന്ത് ചെയ്യണം? പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ട് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. സഹകരിച്ചോളൂ. അവര് സ്നേഹം കൊടുത്ത് ആര് വേണ്ടെന്ന് പറയും? കൊടുക്കൂലല്ലോ. ശത്രുവിനെ സ്നേഹിക്കാൻ കർത്താവ് പറയുന്നത് അതുകൊണ്ട്. ഹല്ലേലൂയ. അല്ല, നമുക്ക് വെട്ടിക്കൊല്ലാനേ പറ്റുള്ളൂ. അല്ല, സ്നേഹിച്ചാൽ പലതിനെ സ്വന്തമാക്കാൻ പറ്റും. നമ്മൾക്ക് ഇല്ലാത്തത് എന്താ? സ്നേഹമാണ്. ഹല്ലേലൂയ. കുടുംബങ്ങൾക്കകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹമാണ്. സുഹൃത്തുക്കളുടെ നഷ്ടപ്പെട്ടു പോകുന്നത് സ്നേഹമാണ്. ആമേൻ. മക്കൾക്ക് അപ്പനോടോ അമ്മയോടോ എന്ത് ചെയ്യില്ല. ഇത് അടുത്ത വാർത്ത കണ്ടോ? മകൻ അപ്പനെ വെട്ടിക്കൊന്നു. എങ്ങനെ സാധിക്കുന്നത്? അത് അധികം സമയം വേണ്ട. ഒരു പ്രശ്നം കലുഷിതമാക്കിയിട്ട് വസ്തു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര 85, 86 വയസ്സുള്ള അപ്പനും അമ്മയും 74 വയസ്സുള്ള മകൻ, അല്ല അത് തെറ്റായി പോലെ, ഒരു 65 വയസ്സുള്ള മകൻ എത്തിക്കൊന്നു. 77 വയസ്സുള്ള മകൻ. 27 അല്ല, അത് വേറെ. ഒരു 2-3 വർഷം കൂടെ കാത്തിരുന്നാ പോരായിരുന്നു. ഇപ്പൊ ഇവന് ഇനി എത്ര വർഷം അവിടെ കിടക്കണം? ഇരട്ട കൊലപാതകത്തിന് ചാകുന്നത് വരെ അകത്ത്. അപ്പൊ നോക്ക്, ഈ ബന്ധങ്ങൾക്കിടയിൽ സ്നേഹം നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ.
വടക്കോട്ടൊക്കെ ഞാൻ ചില സ്ഥലങ്ങളിൽ ചെല്ലും, ആകെ വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ ഐക്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്, സ്നേഹം കണ്ടിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ? പങ്കുവെക്കാനും വീതം വയ്ക്കാനും ഒന്നുമില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ അടിയും. നേരെ മറിച്ചൊരു 50 സെന്റ് വസ്തു ഉള്ളതെല്ലാം 5 വീടും വെച്ച് ചെതറിപ്പാർക്കും. വീടൊന്നും ഇല്ലാത്തതെല്ലാം ഈ ഒട്ടക്കൂട്ടങ്ങൾ കിടക്കാൻ കണ്ടിട്ടുണ്ട്. ഒരു ചായ്പ് നിറച്ച് അവിടെ അങ്ങ് നിറഞ്ഞ് അടുക്കി കിടക്കുക. എന്തെങ്കിലും ഭാരമുണ്ടോ? വെട്ടുകിളി. പല്ല് തേക്കാൻ പേസ്റ്റ് വേണ്ട, നല്ല വസ്ത്രം കൊടുത്തിട്ട് ഭാര്യ ബോധ്യപ്പെടുത്താനും. സിമ്പിൾ ലൈഫ്. സഭയ്ക്കൊരു സിമ്പിൾ ലൈഫ് വേണം. എല്ലാ ഭാരങ്ങളും പോട്ടെ. ഇവിടെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ നിന്റെ ഭാരം എത്ര വലുതാണെങ്കിലും അതെടുത്ത് ഇറക്കി വെക്ക്. ഞാനൊന്നും പറയാൻ പോടില്ല. ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ഭാരമൊക്കെ ഇറങ്ങിപ്പോകും. സ്നേഹിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റൂലെങ്കിൽ ഈ പണിക്ക് നിൽക്കണ്ട. ഹല്ലേലൂയ. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞു. കർത്താവിനെ സേവിക്കാൻ നിൽക്കുന്നവൻ സ്നേഹിച്ചേ പറ്റൂ. ഈ സ്നേഹം ഈ ടൂത്ത് പേസ്റ്റിനകത്തുനിന്ന് പേസ്റ്റ് ഞെക്കി എടുക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല. അവസാനം തീരുമ്പോൾ ഒരു ഞെക്കലുണ്ടല്ലോ, 2-3 തുള്ളി അകത്താണല്ലോ. മാങ്ങാൻ മറന്നുപോലെ പൈസയില്ല. പിന്നെ അതിനെ കൊണ്ട് അമ്മിയിൽ വെച്ചും സ്പൂൺ എടുത്തൊക്കെ തട്ടി ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞെക്കി അതിനകത്ത് ഉണ്ടാവും. ഒരു നേരമെങ്കിലും പല്ലേക്കാനുള്ള അതിനകത്ത്. ഇനി ഇതും അർത്ഥെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയണേ. പക്ഷെ ചിലതിന് എത്ര അർത്ഥം എന്ത് കിട്ടത്തില്ല. എത്ര അർത്ഥം ഈർച്ചവാള് കൊണ്ട് അർത്ഥം എന്ത് കിട്ടത്തില്ല. സ്നേഹം മാത്രം വരികയല്ല, ബാക്കി എല്ലാം അവിടെ കർത്താവ് എനിക്ക് സ്നേഹം തന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ജീവനെ തന്നു വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ എല്ലാത്തിനും സ്നേഹിക്കാൻ തയ്യാറാണ്. അപ്പൊ ഇവരുടെ ഉള്ളം പല സങ്കടങ്ങളില്, പലവിധമായ വേദനയിൽ ഈ മനുഷ്യനകത്ത് നിന്ന് പോകുമ്പോൾ അവൻ്റെ ഒരു പ്രത്യാശ ഇതാണ്: എന്റെ ദൈവത്തിന് എന്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റും. എന്റെ ദൈവത്തിന് എന്റെ കാര്യങ്ങളെ നടത്തി തരാൻ പറ്റും. ഞാൻ ആലയത്തിനകത്തേക്ക് വരുന്നത് വെറുതെ അല്ല. ഞാൻ ചെല്ലുന്നത് ഒരു മനുഷ്യനെ കാണാനല്ല. ഇതുപോലെ ഒന്നുമല്ല, നിറഞ്ഞിരിക്കുമല്ലോ യഹൂദാജനം, ഇസ്രായേൽ ജനം എല്ലാം നിറഞ്ഞിരിക്കുന്നതിന്റെ കൂട്ടത്ത് ഈ 42-ാം സുവർണ സംഗീതത്തിൽ പറയുവാണ്: മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെ, വെള്ളത്തിനായി കൊതിക്കുന്നത് പോലെ എന്റെ ആത്മാവ് എന്റെ ദൈവത്തിനായി, എന്റെ അപ്പൊ ദൈവത്തിനായെന്ന് പറയുമ്പോൾ എല്ലാവരും പരക്കെ ഇല്ല, ജീവനുള്ള ദൈവത്തിനായി തന്നെ, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഉണ്ടോ? ദാഹമുണ്ടോ? നിങ്ങള് ഇവിടെ അത്ഭുത വിഷയമായി മാറുന്ന കാലത്ത് ദൈവമാറ്റും. നിങ്ങളൊക്കെ മെഴുകുപ്രതിമകളെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പേസ്റ്റിന്റെ അവസ്ഥയിലിരിക്കുക. ടൂത്ത് പേസ്റ്റില് അതിനകത്തിരിക്കുക, ബ്രഷിന്റെ മൂല കൊണ്ട് ചക്കടവില്ല. പ്രതികരിക്കാൻ മറന്നു പോകുന്ന മെഴുകു പ്രതിമകൾ. വായിച്ചേ. നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കും. കണ്ടോ? ഇതായിരുന്നു സങ്കടം. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് നിന്റെ വീടെന്താ ഇങ്ങനെ നടക്കണം, നീ എന്താ ഇങ്ങനെ നടക്കണം, ഇതൊക്കെ പറയുന്നവന്റെ വായ് കൊണ്ട് തന്നെ നീ സേവിക്കുന്ന ദൈവമാണ് വലുതെന്ന് പറയുന്നു. ഹല്ലേലൂയ. നീ ആരാധിക്കുന്ന, നീ ആശ്രയിച്ച, നീ സ്നേഹിച്ച അതേ ദൈവം തന്നെയാ ഏറ്റവും വലുതെന്ന് പറയുവാൻ ദൈവം ഇടവരുത്തും. അപ്പൊ ജനം ചോദിക്കും, മാറ്റമില്ലേ? ഇനി ആരും ചോദിച്ചില്ലെങ്കിലും വീട്ടിൽ ചെല്ലിരിക്കുമ്പോൾ മനസാക്ഷിയോട് പിശാച് ചോദിക്കും, എന്താണ് നല്ല കാര്യമുണ്ട്, പോയിട്ട് വല്ലതും നടന്നു, നീ ഇന്നലെ ആരാധിച്ച് രാവിലെ മുതൽ ദൈവസ്ഥലത്ത് ഇരിക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്തെങ്കിലും കിട്ടുമോ? നമ്മൾ പെട്ടെന്ന് സ്ട്രക്കാവും. ശരിയില്ല, നാളെ ഇതെല്ലാം കഴിച്ച് സ്കൂളിൽ പോകുമ്പോൾ എച്ചം പിടിച്ച്, അല്ലെങ്കിൽ എൻ്റെ അധികാരികൾ പിടിച്ച് ജോലിക്ക് പോകുമ്പോൾ കർത്താവിനെ വിട്ട് ഓടിയവരൊക്കെ പോയി പലതും തൃപ്തി പ്രാപിച്ചുകൊണ്ട് വരും. ഞാൻ പറയുന്നു, നിന്റെ ദൈവം, എൻ്റെ ദൈവം, അവൻ്റെ അദൃശ്യ സാന്നിധ്യം ശത്രുവിന്റെ കോട്ടകളെ തകർത്ത് മതിൽ പോലെ നിൽക്കും. നീ ഭയപ്പെടേണ്ട. ഈ ചോദ്യമാണ് അവരുടെ സങ്കടം. ഇല്ലായ്മയല്ല സങ്കടം. ഇല്ലായ്മയിൽ ഇനി ഒരു മനുഷ്യനും ഇല്ലെങ്കിൽ പുറത്താരും ചോദിക്കുകയാണെങ്കിൽ വീട്ടിലെന്ന് ഭാര്യ ചോദിക്കാം. വീട്ടിൽ ഭാര്യയും ചോദിക്കുന്നില്ലെങ്കിൽ മക്കളെ വിട്ട് ചോദിപ്പിക്കാം, ഇല്ലെങ്കിൽ അമ്മായിയമ്മയെ വിട്ട് ചോദിപ്പിക്കാം, ഇല്ലെങ്കിൽ അമ്മായിയപ്പനെ വിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ അപ്പനെ വിട്ട് ചോദിക്കാം. ഇവരാരും ഇല്ലെങ്കിൽ മറ്റവൻ അടുത്ത് വന്നിരുന്ന് ചോദിക്കും. ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇയ്യോബിന്റെ വീട്ടിൽ ഭാര്യ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ചത്തൂടെ, ചത്തൂടെ, ഒറ്റ ചോദ്യം. പിന്നെ ഭാര്യ മിണ്ടിയതായിട്ട് പറയുന്നില്ല. മക്കളെ ജനിപ്പിച്ചു പിന്നീട് മിണ്ടിയതായിട്ട് പറയുന്നില്ല. അങ്ങ് പൊരുത്തപ്പെട്ടെന്ന് വേണം കരുതാൻ. പക്ഷേ ഈ സാത്താനും മിണ്ടുന്നില്ല. അതുകൊണ്ടുണ്ടല്ലോ
മിണ്ടാനായിട്ട് 3 പേരെ അയച്ചു. അവര് തലങ്ങും വിലങ്ങും, ഒരുത്തൻ ഇവിടെ ഇരുന്നു, ഒരുത്തൻ ഇവിടെ ഇരുന്നു, ഒരുത്തൻ ഇവിടെ ഇരുന്നു, മുക്കോട് ഇരുന്ന് എന്ത് ചെയ്തോണ്ടിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കർത്താവ് വേറൊരാളെ അയച്ചു. അവൻ ദൈവത്തിന്റെ വായയിൽ നിന്ന് ചില സന്ദേശങ്ങൾ കൊടുത്തു. പിന്നെ ദൈവം തന്നെ അതിന്റെ പുറകെ വന്നു. ഇപ്പൊ കർത്താവ് വന്നു കഴിഞ്ഞു. ഇനി ആരും വരുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്. ഇനി വരും കർത്താവ്, ദേ വരുന്നു ജ്യോതി എന്ന് പറഞ്ഞിരിക്കരുത്. അപ്പൊ ഇവരുടെ ഉള്ളം ചോദ്യങ്ങളാണ്, ചിലരുടെ ചോദ്യങ്ങളാണ്. ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഈർഷ്യ വരും. ദൈവകാര്യത്തിൽ അസ്വസ്ഥത ഉണ്ടാവും. ദൈവകാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഭാരമുണ്ട്, പ്രയാസമുണ്ട്, ഉരുവുറുപ്പുണ്ടോ? യോർദാൻ കടക്കുകയാണ്. എത്ര സിമ്പിൾ ആയിട്ടല്ലേ പറഞ്ഞു. യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്ത് പോവുകയല്ലെന്നാ ഈ പറയണം. അപ്പൊ പറയും എനിക്ക് ഈർഷിച്ചോ, നീ ഈർഷിച്ചോ, വെറുത്തോ. ഇതേ തുടങ്ങി. ക്ഷമിക്കാൻ മനസ്സുണ്ടെങ്കിൽ, സ്നേഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇത് തൊട്ടാം. വിശുദ്ധിയോടെ ജീവിക്കാനും കൂടെ ഒരു താല്പര്യം ഉണ്ടാവണം, തൊട്ടാൽ മതി. തന്നെത്താൻ ശോധന ചെയ്യാൻ ഒരു മനസ്സുണ്ടാവണം. വല്ലവനെ നോക്കി നിന്റെ തലയിരിക്കുന്ന മുടി ചെമ്പിച്ചതാണെന്നും പറഞ്ഞു നടക്കരുത്. നിന്റെ തല മൊട്ടയായിട്ടിരിക്കുകയില്ല, ഒന്നും പറയാനില്ലല്ലോ. അത് ഭർത്താവ് പറഞ്ഞോ, തടിക്കഷ്ണം എടുത്ത് മാറ്റിയിട്ട് വേണം കരട് കാണാം. നിന്റെ കണ്ണിലല്ല, നമ്മൾ അവിടെ നിന്റെ കണ്ണില്ല, അവിടെ നമ്മൾ ഫ്രീ. ഹല്ലേലൂയ, ആമേൻ. ഇനി ഈ പറഞ്ഞ അന്ന് ഈ പറഞ്ഞ കരട് പറക്കാൻ പോകുന്നത് നമ്മൾ ആരും വിചാരിക്കരുത് കണ്ണിന് തെളിമിട്ടാനാണെന്ന്. ഈ കരടെടുത്ത് കുത്താനാ പോണേ. കരടെടുത്ത് കാണിച്ചിട്ട് വേണ്ട ഇത് ചുമന്നുകൊണ്ട് നീ സ്വർഗരാജ്യത്തിൽ പോവോ ചേട്ടാവരെ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാ ഈ കരട് തപ്പാൻ പോണേ, കുറവ് തപ്പാൻ പോണേ. കയ്യൂല, കാലുമില്ല, മൂല, ഒന്നുമില്ലാതെ ആകെ ഒരു പതപ്പ് മാത്രം ഉള്ളവരാണ് എഴുന്നേറ്റ് നിന്ന് പറയണേ നീ ശരിയല്ലെന്ന്, നീ എന്നെ നോക്കിയില്ലെന്ന്, നീ എനിക്ക് ഷേക്ക് തന്നില്ല, നീ പക്ഷപാതം കാണിച്ചു, നിനക്ക് സ്നേഹമില്ല. നിനക്കുണ്ടോ സ്നേഹം? പതപ്പേ, നിനക്കുണ്ടോ സ്നേഹം? അപ്പൊ അത് വരണ്ടേ? വന്നോണം, ഇന്ന് വന്നോണം. ആമേൻ. അപ്പൊ ഇവന്റെ സങ്കടം എന്താ? എന്നെ പലരും പറഞ്ഞോണ്ട് നീ എന്തുകൊണ്ട് വരിക? നിന്റെ ദൈവം എവിടെടാ? കോരഹൂത്ര. എന്തുകൊണ്ടായിരിക്കും കോരഹൂത്രന്മാരുടെ പേര് വരാത്ത? പേരുണ്ട്. നിന്റെ ദൈവം എവിടെ? ഈ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട് ഈ ചോദ്യം. നിന്റെ ദൈവം എവിടെ? ഈ ചോദ്യം ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനുള്ളൂ, നീ അവിടെ വെയിറ്റ് ചെയ്യും. എന്റെ കൂടെ ആരെത്തി വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഈ ചോദ്യം നീ ചോദിച്ചല്ലോ. അവന്റെ കരം പിടിക്കും. കഴിഞ്ഞ ദിവസം എന്നെ ഒരുത്തൻ വിളിച്ചിട്ട് ഞാൻ കൺവെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, ഇന്ന് നീ കൺവെൻഷൻ, എന്റെ ലിസ്റ്റിൽ നീ ഉണ്ട്. അപ്പൊ അവൻ പറയുക, ജീവനറിയോ എന്റെ തിരക്ക്? നിനക്കറിയില്ല എന്റെ തിരക്ക്? ഞാൻ ചോദിച്ചു, സെക്കൻഡ് സാറ്റർഡേ നിന്റെ ഭാര്യയും നേരത്തെ വന്നു കാണുമല്ലോ, മക്കളൊക്കെ അവര് നോക്കിക്കോളൂല്ലേ? അല്ല, വ്യാപാരി വ്യവസായിയുടെ ഒരു വലിയ സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു, നീ ടൂറ് പോകാനും ബാക്കി എല്ലാത്തിനും നിനക്ക് സമയമുണ്ടല്ലോ, 2 മണിക്കൂർ നീ വചനം കേൾക്കാൻ വരാൻ നിനക്ക് എന്താ പ്രശ്നം? അപ്പോൾ അവൻ അടുത്ത കാര്യം പറയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നീ സെക്രട്ടറി ആണോ പള്ളിയിൽ? അപ്പോൾ പുള്ളി പറഞ്ഞ്, ഞാൻ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. നീ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. എത്ര? അത് പ്രീ ഡിഗ്രി +2 5ാം ക്ലാസ്. ഞാൻ പറഞ്ഞു, നീ എന്ത് പഠിപ്പിക്കും? എൻ്റെ നല്ല സുഹൃത്തായതുകൊണ്ട് ഞാനിങ്ങനെ കളിയാക്കി പറയാം, നീ വചനം വായിക്കാതെ, വചനം പഠിക്കാതെ, നീ ആ പാപം പിള്ളേരെ ദ്രോഹിക്കരുത്, നീ രാജിവെക്കണം. എന്നിട്ട് ഞാൻ 3 വചനം പറഞ്ഞപ്പോ, ഈ വചനം എവിടെ കിടക്കുന്നു? ഞാൻ ബൈബിളിലുണ്ട്. ഇത് പഠിക്കാതെ നീ എങ്ങനെ +2 പഠിപ്പിക്കും? ആ പിള്ളേരുടെ അവസ്ഥ എന്താകും? വൈജിന എന്ന് പറഞ്ഞ് കട്ട് ചെയ്തവൻ. ഞാൻ നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് നിന്റെ മുമ്പാണ് ബൈബിളും കൊണ്ട്. അല്ലെങ്കിൽ ഒന്നുകിലും നീ അത് രാജിവെക്കണം. പിള്ളേരെ പഠിപ്പിക്കുമെങ്കിൽ വചനം പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നീ വാ കാണാന്ന്. ഹല്ലേലൂയ. അവരെ കുറിച്ച് ദർശനം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, കൂടാരത്തിൽ കയറാവുള്ളവൻ. അതുകൊണ്ടാണ്. അപ്പൊ കണ്ടോ, മാൻ നീർത്തോടിനായി അവരുടെ ഉള്ളിൽ നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യം ഏറ്റവും വലിയ വേദന. 10 രൂപ കയ്യിലില്ലാത്തതിനേക്കാൾ വലിയ വേദന ഈ സമയത്ത് മറ്റവൻ ചോദിക്കും, നിന്റെ ദൈവം എവിടെയാന്ന് ചോദിക്കും.
എല്ലാം തരുമെന്നല്ലേ പറഞ്ഞത്? മുട്ടില്ലാതെ അളവില്ലാതെ മുൻമഴ തരും, പിന്മഴ തരും എന്നല്ലേ പറഞ്ഞിരിക്കണേ? വിളവ് തരുമെന്നല്ലേ പറഞ്ഞേക്കണേ? ആമേൻ. എന്താ അളവില്ലാതെ തരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? ഈ ചോദ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിന്റെ ദൈവം പകുതി സൗകര്യം നിന്നോട് നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചാ എന്ത് പറഞ്ഞു? പേടിയായി പറയാനായി. അവിടെ മൂത്രമൊഴിക്കരുത്. എന്ത് പറയും? സ്നാനപ്പെട്ട് 1 വർഷം ആകുമ്പോൾ എന്ത് പറയും? എന്റെ ദൈവം സ്വർഗത്തിൽ എന്ത് പറയും? നിന്റെ ആലയത്തിൽ ഉണ്ട്. ഹൃദയാലയം. അങ്ങനെ നിങ്ങൾക്ക് അല്പം തെറ്റിക്കും പറഞ്ഞില്ല. ആമേൻ. സഭയോട് ചോദിക്കാം, നിന്റെ ദൈവം എവിടെ? നമ്മൾ ആലയത്തിൽ ചെന്ന് അപ്പൊ വിളിക്കണവരെ കുറ്റപ്പെടുത്തുന്നവരെ നീ കുറ്റപ്പെടുത്തിയല്ലോ, ഇന്ന് ഒരു 2 മണിക്കൂർ എനിക്ക് വേണ്ടി ദൈവത്തെ കാണിച്ചു വിളിച്ചോണ്ടോ വരുത്തും. ചിലതിറങ്ങി പോവും, ഉണങ്ങിപ്പോയിക്കോട്ടെ. പക്ഷെ ആലയത്തിൽ ചവിട്ടി അതിനുവേണ്ടി നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. 5 മിനിറ്റ് ഇരുന്ന് അതിനുവേണ്ടി ഒരു വിലയുണ്ട്. 1 മണിക്കൂർ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വിലയുണ്ട്. ഒന്നിൽ അകത്ത് ഇല്ലെങ്കിൽ പുറത്ത്. ആമേൻ. അപ്പൊ സങ്കടം എന്താ? നിന്റെ ദൈവം എവിടെയെന്ന് ആ ചോദ്യം എങ്ങനെ? ആ വാക്യം വായിച്ചട്ടെ. നിന്റെ ദൈവം എവിടെയെന്ന് കണ്ടോ? നിത്യം. ഒരു ദിവസം അല്ല ഇത്. അപ്പൊ ഇവരനുഭവിക്കുന്ന സങ്കടം കണ്ടോ? രാവിലെ പറഞ്ഞപ്പോ പോയി എല്ലാം നിരപ്പിക്കപ്പെട്ട് അപ്പുറത്തിറങ്ങിയപ്പോ വലതു ഭാഗത്ത് നിന്ന് വേറെത്തം പറയുന്നു, ഇടതു ഭാഗത്ത് നിന്ന് വേറെത്തം പറയുന്നു, ചുറ്റും നിന്ന് പറയുന്നു നിന്റെ ദൈവം ഇവിടെ. കർത്താവ് ഈ വചനം പ്രകാശിപ്പിച്ച് തന്നതിനായി നന്ദിയാണ്. ആമേൻ. 2 മണിക്കൂറുള്ള വേറൊരു സാധനം റെഡിയാക്കി വെച്ചപ്പോൾ 1/2 മണിക്കൂർ പ്രസംഗിച്ചാൽ മതിയെന്ന് ദൈവം പറഞ്ഞു. ആമേൻ. അപ്പൊ നിന്റെ ദൈവം എവിടെയെന്ന് നിത്യം പറയുന്നു. ആ വാക്യം കണ്ടോ? നിത്യം പറയുന്നു. അപ്പൊ ഈ നിത്യം മടുപ്പ് കൂടാതെ നിത്യം പറയുന്നവൻ ആരായിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്റെ അണ്ണൻ ചോദിച്ചു, എന്റെ ചേട്ടൻ ചോദിക്കുകയാണ് നിന്റെ ദൈവം എവിടെ? നാളെ ഇറങ്ങുമ്പോ വീണ്ടും ചോദിച്ചു നിന്റെ ദൈവം എവിടെ? ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കിയാൽ അവന്റെ ഭൂതം വിട്ടുപോകും. ശരിയല്ലേ? എന്നാ നിത്യം ചോദിക്കുന്നവൻ എവിടെ വിട്ടുപോകും? സാത്താൻ ലിറ്ററലി നിന്ന് ചോദിക്കാണ് നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവം എവിടെ? ഇത് കേട്ട് മടുത്തിട്ട് പുള്ളി ഓടി ആലയത്തിൽ കയറി. ഈ ആലയത്തിനകത്തൊന്നും ചോദിക്കത്തില്ലല്ലോ, കരമത്തിൽ മാത്രം. ഞാൻ ഈ പുറത്തിറങ്ങി നടക്കുന്നുണ്ടല്ലോ ഈ ചോദ്യം. ചെല്ലു പറയാണ്, ഓ വേറെ ആർക്കും ദൈവമില്ലാത്ത നിനക്ക് മാത്രം തോന്നുന്നു 24 മണിക്കൂർ വേറെ ആർക്കും ദൈവമില്ല. ഞങ്ങളും ആരാധിക്കുന്നുണ്ട്, നീ ആരാധിച്ചോ, പുറത്തിറങ്ങി കളയരുത്. ഈ ദേവദാസന്റെ ഒരു കാര്യം മനസ്സിലായി, പുറത്ത് നിൽക്കുന്നുണ്ട് ഈ ചോദ്യം. അതുകൊണ്ട് പലതും അകത്ത് ശരീരം ഇരിക്കുന്നുണ്ട്. ഇന്നലെ ആ ദേവദാസൻ ശക്തമായി പറഞ്ഞില്ലേ, ഹൃദയം കൊണ്ട് ശരീരം പുറത്ത്, ശരീരം അകത്ത് നമ്മുടെ ശരീരമുണ്ട്, ഹൃദയം പുറത്തിങ്ങനെ കറങ്ങി കിടക്കുക. പൊന്നു മക്കളെ കറങ്ങി കിടന്നാ ചോദിക്കോ? ഇത് കഴിയുമ്പോൾ ചോദിക്കും ഇത്ര സമയം വന്നിട്ട് എന്തായാലും ചോദിക്കാൻ ചിലർ കരുതിയിട്ടുണ്ട്, നിർത്തിക്കോ ആത്മാവിടെ വിടുന്നു. ഒരു 3 മണിയാകുമ്പോൾ കാത്തിരിക്കുക ചോദിക്കാൻ. അത്രയൊന്നും ഞാൻ നീണ്ടുപോകില്ല കേട്ടോ. ഇത്ര സമയം ഇരുന്നിട്ട് എന്തായി? ഓടി ആലയത്തിൽ കയറി ഇവൻ ദൈവസന്നിധിയിൽ. അപ്പൊ പോകുന്നതിന് മുമ്പ് വക്കാലത്തിട്ടു, നിനക്കായി ഞാൻ കാംക്ഷിക്കും, എന്റെ കൊതി നിന്നോടാകും. ചോദ്യം 2 പറഞ്ഞുള്ളൂ, പരിഹാസം 2 പറഞ്ഞുള്ളൂ. ആ വാക്യം വായിച്ചട്ടെ, മോടിയും വായിച്ചട്ടെ ആ വാക്യം. മണ്ണീർത്തോടിനായി എന്തിനപ്പിയത്? ആ സ്തോത്രം. ആമേൻ. വേറൊരാൾ വായിച്ചട്ടെ. എല്ലാവരും വെള്ളം വയ്ക്കാതെ വായിക്കും. ഒരാൾ വയ്ക്കും. മതി മതി മതി. എന്റെ ഉദ്ദേശം സാധിച്ചു. വചനം വായിച്ച എന്നോട് നിത്യം എന്തിയാണ്? അവിടെ മറ്റൊരു പദം കണ്ടോ? അവർ, ഒരാളല്ല. ഇതിങ്ങനെ നിർത്തിയിട്ടുണ്ട് ക്യൂ ആയിട്ട്. ഹല്ലേലൂയ.
ചന്തയിൽ പോയാൽ കാണാം, അവിടെ പോയാൽ കാണാം, ഇവിടെ പോയി കാണാം. ഇതിങ്ങനെ നിത്യം അന്തരുടെ ഹൃദയത്തോടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ പുരോഹിതൻ ആലയം വിട്ട് പുറത്തു പോവുകയോ ആലയം അശുദ്ധമാക്കുകയോ ചെയ്യരുത്. ഈ പുറത്ത് കറങ്ങി നടക്കുന്നതിനോട് ഈ ചോദ്യം വരും. ആമേൻ. എല്ലാവരും അകത്തിരുന്നോണം. അടുത്ത വായിച്ചോ. ഇത് കേട്ടപ്പോ ഭയങ്കര കണ്ണുനീരായി. ഇപ്പൊ കരഞ്ഞ് രാവും പകലും കരച്ചിലായി. ഈ ചോദ്യം ഭയങ്കരമാണ്. എത്ര പേർക്ക് ഇതിന്റെ ആഴം മനസ്സിലാവുന്നു? ഈ സന്ദേശം മനസ്സിലാവുന്നുണ്ടോ? ഈ ചോദ്യം വാഗ്ദത്തം കിട്ടിയിട്ട് എവിടെ? പ്രവചനം കേട്ടിട്ട് നിവൃത്തിയായോ? 2010 നടക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം എവിടെ? 2015 നടക്കുമെന്ന് പറഞ്ഞത് എവിടെ? 2020 നമ്മുടെ പ്രാർത്ഥന പോലെയാണ്. ഇപ്പൊ അധികം വാഗ്ദത്തങ്ങൾ മതി കർത്താവ്. കുറെ കാലമായി നീ ഇത് പറയും, പുറത്തിറങ്ങുമ്പോ മറ്റവൻ കുത്തും. നീ പറയും, അവൻ കുത്തും. എവിടെ 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 എവിടെ? വർഷങ്ങൾക്ക് ഇപ്പുറം നടക്കുമ്പോ അപ്പോഴും നമ്മൾ അങ്ങ് മറന്നു. അന്ന് പറഞ്ഞതോ ഇന്നതൊക്കെ നടന്നു. ഈ ഇടക്കാലത്ത് പിറുപിറുപ്പും കുത്തുവാക്കും ഒക്കെ ദൈവം ഓർത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിത്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വാഗ്ദത്തങ്ങൾ എവിടെ? ഹല്ലേലൂയ. നീ എഞ്ചിനീയർ ആവും, നീ ഡോക്ടർ ആവും, നീ IPS IAS ചുമടെടുപ്പുകാരനായി നടക്കുവായി. ഹല്ലേലൂയ. നീ രാജ്യങ്ങളിൽ നിന്ന് നീതിയോടെ പ്രസംഗിക്കും. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ആലയത്തിനകത്തുണ്ടെങ്കിൽ പ്രസംഗിച്ചിരിക്കും. ഹല്ലേലൂയ. ഉറങ്ങണം, ചുട്ടിടുക. ആമേൻ. ഇനി ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ തോണി തന്നിൽ പ്രേഷിപ്പാൻ ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. മഹേശ കരുണേശ പൊന്നുദാത നീ എനിക്കായി. മഹേശ കരുണേശ പൊന്നുദാത നീ എനിക്കായി. വേണ്ടതെല്ലാം തോന്നി നൽകുന്നു. കലങ്ങുന്ന ചെന്തിനാൽ എന്റെ ദേഹി വൃഥ കലങ്ങുന്ന ചെന്തിനാൽ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ തോണി തന്നിൽ പ്രേഷിപ്പാൻ ഏതും കാര്യമില്ല എന്റെ ഉള്ളം. നിന്റെ ദേഹി വൃഥ കലങ്ങുന്നത് എന്തിന്? ആമേൻ. വാഗ്ദത്തം തന്നവൻ വിശ്വസ്തൻ. ഒരു കാര്യം വാഗ്ദത്തം തന്നു ആദ്യമായിട്ട്, നീ എന്റെ കൂടെ നിത്യതയിൽ ഇരിക്കും. അത് മാത്രം വെച്ചോണ്ടെങ്കിൽ ഇരുന്നോ, ബാക്കിയെല്ലാം വന്നോളൂ. നിങ്ങൾ ആദ്യം അവന്റെ രാജ്യവും നീതിയും. അത് വൈകുന്നത് കൊണ്ടാണ് വാഗ്ദത്തങ്ങളും വൈകുന്നത്. ഹല്ലേലൂയ. കർത്താവ് 2010 പറഞ്ഞാൽ 2011 മാറ്റാനുള്ള സംഭവം നമുക്ക് അറിഞ്ഞുകൂടെ? നമുക്കിത് നീട്ടിവെക്കാൻ, എക്സ്റ്റെൻഡ് ചെയ്യാൻ, എങ്ങനെയെന്നുള്ള വക്കാലത്ത് പിടിക്കാൻ നമുക്കറിയാമോ ഇല്ലയോ? നേരത്തെ ആക്കിയെടുക്കാൻ അറിഞ്ഞുണ്ടെങ്കിലും ഇത് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യിക്കാൻ നമ്മളെ പോലെ ബിരുദന്മാർ വരാറുണ്ട്. അതിനും കുറ്റക്കാരനാരാ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. 5ാം ക്ലാസ്സിൽ 10 വർഷം ഇരുന്ന് പഠിക്കാനുള്ള പ്രാഗൽഭ്യം അതിലിരിക്കുന്നവരാണ്. ശരിയല്ല? ചില സ്റ്റെപ്പ് കയറണം ഇങ്ങനെയാണ്. 1ാം സ്റ്റെപ്പ് കയറിയിട്ട് വീണ്ടും അവിടെ തന്നെ ചവിട്ടും. 2ാം സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ തന്നെ ചവിട്ടും. 3ാം സ്റ്റെപ്പ് പൊക്കി വയ്ക്കുമെങ്കിലും ചവിട്ടണം അവിടെ തന്നെ. 4ാം സ്റ്റെപ്പ് പൊക്കി വയ്ക്കുമെങ്കിലും ചവിട്ടണം അവിടെ തന്നെ. മറ്റോ നോക്കുമ്പോൾ ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് അവിടെ തന്നെ നിന്നോളും. അടുത്തവരെ പിടിക്കാൻ പോകും. ചിലത് എന്ത് ചെയ്യും?
ഇത് അവിടെ തന്നെ ഒന്നാം സ്റ്റെപ്പിൽ തന്നെ കാണും. മനസ്സിലായെങ്കിൽ ദൈവസന്നിധിയിലെ സ്റ്റെപ്പുകൾ കയറാൻ ആഗ്രഹിക്കും. ആമേൻ. അടുത്ത വാക്യം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടി സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. കണ്ടോ, ഇവിടെ കണ്ടോ, ഈ മനുഷ്യൻ പറയുക, ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത്. ഇപ്പൊ ഒരു വലിയ പുരുഷാരം നിൽക്കുന്നുണ്ടെങ്കിലും ചിലർ ആലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് അവൻ വരുമ്പോഴേ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടാണ്. അവൻ ദൈവത്തെ തേടിയാണ് ചെല്ലുന്നത്. ഹല്ലേലൂയ. വരുന്നവരെല്ലാം ദൈവത്തെ ആരാധിക്കാനാണെന്ന് കാണരുത്. ചിലത് വെറുതെ കൂടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ചിലർ അവൻ അവിടുന്ന് വരുമ്പോ പുരുഷാരത്തിന്റെ ആരവത്തിനിടയിലും ഞാൻ അന്വേഷിക്കുന്നത് എന്റെ അപ്പനെയാണ്. ഞാൻ ചെല്ലുന്നത് എന്നോട് ദൈവം സംസാരിക്കേണ്ടതിനാണ്. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്നോട് ദൈവം ഇടപെടേണ്ടതിനാണ്. അവന്റെ വചനം എന്റെ ഹൃദയത്തിനകത്ത് പതിയപ്പെടേണ്ടതിനാണ്. അവൻ എന്നെ തൊടേണ്ടതിനാണ്. എന്റെ കണ്ണുനീർ തുടച്ചു മാറ്റേണ്ടതിനാണ്. എന്റെ സങ്കടങ്ങൾക്ക് അറുതി വരേണ്ടതിനാണ്. ഈ ദൈവത്തിനായി ഞാൻ ദാഹിക്കുന്നു. പുരുഷാരം എനിക്കൊരു പ്രശ്നമല്ല. അതിന്റെ മധ്യേ ഇത്രയും വലിയ പുരുഷാരം നിന്ന് ചോദിച്ചാലും അതിന്റെ മധ്യേ എന്റെ ദൈവത്തിനായി തന്നെ ഞാൻ കാക്ഷിച്ചുകൊണ്ട് ദൈവാലയത്തിനകത്തേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളമെന്നിൽ പകരുവാൻ തുടങ്ങി. ഭയങ്കര സങ്കീർത്തനായത്. എന്റെ ഉള്ളത്തിനകത്ത് ദൈവം സംസാരിക്കാൻ തുടങ്ങുകയാണ്. കണ്ടോ, വലിയ ജനാവലിയുടെ മധ്യ നീ എന്നെ ആരാധിച്ചില്ലേ? വലിയ ജനാവലി കൂടി നിൽക്കുമ്പോഴും നീ വേറിട്ടൊരു ശബ്ദമായി, വേറിട്ടൊരു ഹൃദയമായി എന്റെ അടുക്കൽ ഇരുന്നില്ലേ? ഹല്ലേലൂയ. നീ എനിക്ക് വ്യത്യസ്തമായൊരു ഹൃദയം ഉണ്ടായില്ലേ കോരഹിന്റെ മകനെ? ആമേൻ. അതുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ അവന്റെ ഉള്ളം പറയുകയാണ്, വലിയ പുരുഷാരം. പിശാച് ഇടപെടുന്നതിനായി ചോദിക്കുന്നു, ഈ പുരുഷാരത്തിന്റെ മധ്യേ നീ വ്യത്യസ്തനായി ദൈവത്തെ അന്വേഷിക്കുക. ഹല്ലേലൂയ. 1000 പേരും 10,000 പേരും ഉണ്ടെങ്കിൽ, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും ഹേ സഭയെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ഉള്ളം ദൈവത്തെ ആരാധിക്കുന്നതിന് ഉള്ളത്തിൽ പകരുന്നുണ്ടോ? ഞാൻ വാക്യം വായിക്കാം. കേട്ടോ, അവിടെ സന്തോഷം പകരുകയാണ്. ആത്മാവ് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. കേട്ടോ, നീ ആലയത്തിൽ ചെല്ല്. നീ പോയി വചനം കേൾക്ക്. നീ പോയി പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകും. നിനക്ക് വിടുതലുണ്ടാകും. നിനക്ക് സമാധാനം ഉണ്ടാകും. ചില ചോദ്യം കണ്ടോ, 3500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ പാട്ട് ഇവിടെ പാടി സ്തുതിക്കുന്നുണ്ടോ? നമ്മൾ ആ സങ്കീർത്തനം എടുത്ത് വിളമ്പുന്നത് കണ്ടു. ഹല്ലേലൂയ. ദൈവം അതിനെ ഓർത്തെഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? ആമേൻ. ആലയത്തിൽ ചെല്ലുന്നതിന് മാന്യത ഉണ്ടോ ഇല്ലയോ? ചിലർ ഞാൻ ഇവിടെ നിന്ന് ആരാധിച്ചോളാം. നീ പുറത്താണ്, അകത്തു നിന്ന് ആരാധിക്കുക. അകം വിട്ടു പോകാതിരിക്കുക. ആമേൻ. അടുത്ത കേട്ടോ, ഇപ്പൊ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങിയ. അതിന് മുമ്പ് വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് അവൻ മാനസാന്തരത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി വന്നു. ബാക്കി കാര്യം നടന്നു. ഇപ്പൊ ദൈവം അവനോട് സംസാരിക്കുക, എന്റെ ആത്മാവേ, നീ ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ശൈലജ, ഞരങ്ങുന്നത് എന്റെ ആത്മാവേ, നീ വിഷാദിച്ച്. ഉള്ളിൽ ഞരക്കമുള്ള ചിലർ ഇതിനകത്തിരിക്കുന്നു. കർത്തമേശയിലോട്ട് നമ്മൾ പോവാണ്. ഒരു 5 മിനിറ്റ് ഞാൻ നടത്തും. ഞരക്കമുണ്ട്. ഈ ഞരക്കം ദൈവം കാണും. ദൈവം സംസാരിക്കും. നിന്റെ ആത്മാവ്, എന്റെ ആത്മാവെ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ന്. കാര്യത്രേ ഉള്ളൂ. നിന്റെ ദൈവം എവിടെ? അടുത്ത അപ്പൊ പരിശുദ്ധാത്മാവ് പറയുക, നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നീ ദൈവത്തിൽ, എന്റെ സഭയെ നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. രക്ഷിക്കപ്പെട്ടവനെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആലയത്തിലേക്ക് ഓടി വന്നവനെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. വചനം കേൾക്കുന്നവരെ ഉടയവനിൽ പ്രത്യാശ വയ്ക്കുക. നിന്നെ രക്ഷിച്ചവനിൽ പ്രത്യാശ വയ്ക്കുക. അവങ്കിലേക്ക് നോക്കുക. നീ പ്രകാശമായി തീരും. നീ വെളിച്ചമായി തീരും. ഹല്ലേലൂയ. പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടുന്നത്, പ്രത്യാശയിലേക്ക് നോക്കുക. കേട്ടോ, ചോദിക്കോ, വ്യക്തിപരമായി ഇടപെടുക. പ്രാർത്ഥനയുടെ മറുപടിയാണ്, എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളില്
ഞരങ്ങുന്നത് എന്ത്? അതിനൊരു മറുപടിയേ ഉള്ളൂ. നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നിന്നെ രക്ഷിച്ചവനിൽ പ്രത്യാശ വയ്ക്കുക. അവന്റെ വചനത്തിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. ഈ വചനത്തിൽ മുറുകെ പിടിക്കുന്നവൻ, വചനത്തിൽ മാറ്റമില്ലാത്ത വചനത്തിൽ മുറുകെ പിടിക്കുന്നവൻ, അവൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവനാണ്. അവൻ തളർന്നു പോകാതെ കഴുകനെ പോലെ ചിറകടിച്ച് അവൻ ഉയരും. ദൈവത്തിനായി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ നിന്നു പോകും. ഹേ സഭയെ, നീ നാൾക്ക് നാൾ പുഷ്ടി പ്രാപിക്കും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവനെ നീ പുഷ്ടി പ്രാപിക്കും. ദൈവവചനത്തിന് കീഴടങ്ങുന്നവനെ നീ പുഷ്ടി പ്രാപിക്കും. ഹല്ലേലൂയ. എത്ര വലിയ സൈന്യം നിനക്കെതിരെ വന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും നിന്നെ ദൈവം പുഷ്ടി വയ്പ്പിച്ച് നടത്തുക തന്നെ ചെയ്യും. നിന്റെ ആത്മാവേ, നീ വിഷാദിക്കേണ്ട. നീ ഉള്ളിൽ എന്ത് ചെയ്യേണ്ട? ഞരങ്ങേണ്ട. ദാറുൻ കേൾക്കുന്നുണ്ടോ? ദാറുൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്റെ ആത്മാവേ, വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്. അടുത്ത അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആമേൻ. എല്ലാവരും ദിവസം